ഇടയ്ക്ക് പുത്തനത്താണിയിലെ ചെലൂരിൽ നമ്മുടെ പോഷക സംഘടനയൊന്നുമല്ല, അവിടുത്തെ ഒരു ട്രസ്റ്റ് ഇഫ്ദ് കോളേജ് നടത്താൻ രൂപീകരിച്ചിട്ടുള്ള അവിടുത്തെ ട്രസ്റ്റ് എന്നെ പരിപാടിക്ക് വിളിച്ചു. ഞാൻ അതിന് പോയി, അവിടെ സംസാരിച്ചു. അത് പോഷക ഘടകമല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോയത്. KNMന്റെ പോഷക ഘടകം പലരും എന്നെ ഈ കാലയളവിൽ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ വരി, ഞങ്ങൾ മൈക്കെത്തി തരാം, ഞങ്ങൾ സൗകര്യം ചെയ്തു തരാം. ഞാൻ പോയിട്ടില്ല. ചെലൂരിൽ പോയത് വമ്പിച്ച് അച്ചടക്കലംഘനമായിട്ടാണ് പറയുന്നത്. എന്ത് ന്യായമാണതിന്? പോഷകഘടകങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതല്ലാതെ ലോകത്തെവിടെയും പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറയാൻ സംഘടനക്ക് അധികാരമുണ്ടോ? ഇല്ല. ഞങ്ങളുടെ സുഹൃത്തുക്കളെ, റമദാൻ കഴിഞ്ഞിട്ട് 6 നോമ്പ് പോലും കഴിയുന്നതിന് മുമ്പ് അടിയന്തര KNM എക്സിക്യൂട്ടീവ് ഉണ്ടെന്ന് പുറത്തുനിന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ ഞാൻ എന്തുകൊണ്ടന്ന് ഒപ്പിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു കത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കത്ത് വേഗം തയ്യാറാക്കി എക്സിക്യൂട്ടീവ് നടക്കുന്ന അന്ന് ആഗസ്റ്റ് 22-ന് ഞാൻ അത് ചെയ്തു. TPയുടെ വീട്ടിൽ പോയി, സർ, ഞാൻ എന്തുകൊണ്ടാണ് അന്ന് ഒപ്പിടാത്തത്? അതാ ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല. TPയോട് വായിച്ചു കൊടുത്തു, ഈ വിവാദമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയാൽ ഞാൻ ഒപ്പിടാം, അതുകൊണ്ട് ആ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കി എനിക്ക് ഒപ്പിടാൻ അവസരമൊരുക്കണം എന്നാണ് ഞാൻ അതിൽ പറഞ്ഞിരുന്നത്. TP സന്തോഷത്തോടെ കത്ത് വാങ്ങിവെച്ചു. പക്ഷേ അന്ന് യോഗത്തിൽ ആ കത്ത് പിടിച്ചുകൊണ്ട് TPക്ക് പറയാൻ ധൈര്യമില്ല. സക്കരിയ സലാഹി എന്റെ വീട്ടിൽ വന്നിരുന്നു, അയാൾ കത്ത് തന്നിട്ടുണ്ട്, ഈ യോഗത്തിൽ അയാളെ പുറത്താക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ഇച്ഛാശക്തി നമ്മുടെ പ്രസിഡന്റ് ഇല്ല. കാരണം അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ വലയിലാണ്. കോൺഗ്രസ് നേതാവ് എണീറ്റ് നിന്നിട്ട് മുൻകൂട്ടി തയ്യാറാക്കിയതനുസരിച്ച് എന്നെ പുറത്താക്കിയ തീരുമാനം വായിച്ചു കേൾപ്പിച്ചു. ആ കത്ത് ഞാൻ APക്ക് കൊടുത്തിരുന്നു, പന്നൂരിന് കൊടുത്തിരുന്നു, നൂർഷാക്ക് കൊടുത്തിരുന്നു, അതുപോലെ പണപ്പൂരിന് കൊടുത്തിരുന്നു. ഞാൻ ആരെങ്കിലും ഇതൊന്ന് ഉന്നയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അവിടെ ആരും ഉന്നയിച്ചില്ല. ചില ആളുകളൊക്കെ എന്തെങ്കിലും മിണ്ടൂല, ഒരു യുദ്ധത്തിനാവൂല എന്ന് വിചാരിച്ച് മിണ്ടാതിക്കും. വേറെ ചില ആളുകളൊക്കെ ഗ്രൂപ്പ് ആനുകൂല്യത്തിൽ വന്നവരാ. അവർക്ക് പിന്നെ കോൺഗ്രസ് നേതാവിന്റെ ആനുകൂല്യത്തിൽ കിട്ടിയ സീറ്റാ. ഗ്രൂപ്പിന്റെ പക്കാ പാനൽ പാസ്സായതാണല്ലോ. അപ്പൊ അവർക്ക് മിണ്ടാൻ കഴിയില്ല, പ്രതികരിക്കാൻ കഴിയില്ല. അങ്ങനെ എക്സിക്യൂട്ടീവിൽ എന്റെ കത്ത് വായിക്കാതെ എന്നെ നിഷ്കരണം പുറത്താക്കി. നിങ്ങൾക്കിവിടെ പുറത്തൊരു പുസ്തകം കിട്ടും, സലഫി പ്രവർത്തകരോട് സ്നേഹപൂർവ്വം. അതിൽ എന്റെ ഈ കത്തും കൗൺസിലിന് കൊടുത്ത കത്തും എനിക്ക് തന്ന നിബന്ധനകളും ഒക്കെ അതിലുണ്ട്. എന്റെ 23 പറയുന്നുണ്ടല്ലോ, 30-ലധികം കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എക്സിക്യൂട്ടീവിനോടും കൗൺസിലർമാരോടും മുജാഹിദ് പ്രവർത്തകരോടും പറയാനുള്ളത്. അതെന്തിനാ ഞാൻ പുറത്തുവിട്ടത്? ഇവർ വായിക്കാത്തത് കൊണ്ടാണ്. ഇവർ വായിച്ച് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഞാനത് പുറത്തു കൊടുക്കുമായിരുന്നില്ല. അങ്ങനെ ആഗസ്റ്റ് 22 കഴിഞ്ഞു, പുറത്താക്കൽ പ്രഖ്യാപിച്ചു. എല്ലാവരും സക്കരിയ സലാഹിയെ പുറത്താക്കി പത്രങ്ങളിലൊക്കെ വന്നു. സ്വാഭാവികമായും ചെയ്യേണ്ടതെന്താ? മാന്യത തൊട്ടു തീണ്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? പുറത്താക്കിയ ആൾക്ക് ഔദ്യോഗികമായിട്ട് കത്തെടുക്കാം. ഇന്ന ദിവസം തന്നെ ഭരണസഭ നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, എനിക്ക് കത്ത് തന്നില്ല. അതിനുള്ള കുതന്ത്രം എന്താ അറിയോ? ഭരണഘടന അനുസരിച്ച് തൊട്ടടുത്ത കൗൺസിലിൽ എനിക്ക് അപ്പീൽ കൊടുക്കാൻ അവകാശമുണ്ട്, ഭരണസമിതി തീരുമാനത്തിനെതിരിൽ. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി കൗൺസിലും കഴിഞ്ഞ് പിന്നെയും 3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് കത്തിരുന്നത്. സെപ്റ്റംബർ 2-ന് അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആഗസ്റ്റ് 22 കഴിഞ്ഞ് 10-ാം ദിവസം. ആ 10 ദിവസത്തിനുള്ളിൽ ഇവർ ചെയ്തത് എന്താണെന്നറിയോ? 3 സ്ഥലത്ത് മുഖാമുഖം. 29/7-ന് കൊടുവള്ളി മണ്ണിൽ കടവിൽ ബൈലക്സിൽ ലൈവ് കൊടുത്തുകൊണ്ട് 4:30 മണി മുതൽ രാത്രി 1 മണി വരെ ജിദ്ദയിലെ ഒരു ഗ്രൂപ്പ് നേതാവിന്റെ ആവശ്യപ്രകാരം കൊടുവള്ളി മണ്ണിൽ കടവിൽ പരിശുദ്ധമായ പള്ളിയിൽ വെച്ച് പനിച്ച ശിർക്കാരോപണം, പേരെടുത്തുള്ള വിമർശനം. സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയി എന്ന് തെളിയിക്കും. അത് കൗൺസിലർമാരെ പാകപ്പെടുത്താനുള്ള മീറ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് 30-ാം തീയതി എടവണ്ണ ജാമിഅയിൽ രാവിലെ 10 മുതൽ രാത്രി 1 മണി വരെ മുശ്രിക്കാക്കൽ സമ്മേളനം. അത് കഴിഞ്ഞ് 1-ാം തീയതി തൃശ്ശൂരിലെ കൊപ്പരക്കളത്ത് ബുസ്താനിൽ. ഈ 3 മുഖാമുഖം ലൈവ് കൊടുത്ത് എല്ലാ കൗൺസിലർമാരെയും പഠിപ്പിച്ചു. സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയി. എന്നിട്ടാ 2-ാം തീയതി കൗൺസിൽ നടത്തുന്നത്. പിന്നെ കൗൺസിലിൽ ചർച്ച ഉണ്ടാവുമോ? എന്റെ ഭാഗം ആരും കേട്ടിട്ടില്ല. വലിയ വലിയ ആളുകൾ വായിച്ച് പറയണല്ല അത് ശരിയായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ കൗൺസിൽ തന്നെയും താഴെ തലം മുതൽ വിഭാഗീയ പ്രവർത്തനങ്ങളിലൂടെ, ഫോക്കസ് പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുവന്നതാ. പ്രതികരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ 3 മുഖാമുഖങ്ങളിലൂടെ കൗൺസിലർമാരെ ബ്രെയിൻ വാഷ് ചെയ്തു. മുജാഹിദ് കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചു. സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയിരിക്കുന്നു. അപ്പൊ പുറത്താക്കിയ നടപടി സത്യമാണ്.
അങ്ങനെ കൗൺസിൽ ഉണ്ടെന്ന് കേട്ടപ്പോ മാത്രമല്ല, കൗൺസിലിന്റെ അന്ന് അതിന്റെ തലേന്നൊക്കെ പത്രത്തിൽ സക്കരിയ സലാഹിയെ പുറത്താക്കി. എന്താ കാരണം? ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ശിർക്കാണ് എന്ന് സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഒപ്പിട്ടില്ല. മാധ്യമത്തിൽ 1-ാം തീയതി വന്നു, മാതൃഭൂമിയിൽ പിറ്റേന്ന് 6 വാർത്ത വന്നു. ഞാൻ പത്രക്കുറിപ്പ് കൊടുത്ത് നിഷേധിച്ചു. എനിക്കങ്ങനെ വാദമില്ല. ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ശിർക്ക് തന്നെ. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ആദർശം. അതിലെനിക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. എനിക്കെതിരെ ഇത്രയോ വർഷങ്ങളായി ഇത്തരം ആരോപണങ്ങൾ നടത്തുന്ന മടപൂരികൾ കട്ടുമുടിച്ച ക്ലിപ്പ് കൊണ്ടുവന്നപ്പോൾ, അതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കിയപ്പോൾ, അപ്പുറവും ഇപ്പുറവും കാണിച്ചപ്പോൾ അവർ പിന്നാക്കം പോവുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങൾക്ക് ഞാൻ കുറിപ്പ് കൊടുത്തു. പത്രങ്ങൾ എന്റെ കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. ഞാൻ 2-ാം തീയതി നടക്കുന്ന കൗൺസിലിന് കൊടുത്ത കത്തിൽ പറഞ്ഞു, എന്നെ പുറത്താക്കിയത് ഇതിന്റെ പേരിലല്ല. നിങ്ങൾ തന്ന ഷോക്ക് ഓഫ് നോട്ടീസിൽ ഇങ്ങനെ ഒരു കുറ്റം എന്റെ പേരിൽ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ മീറ്റിങ്ങുകളിലൊന്നും അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിഷേധിക്കാം, സംഘടനയും അത് നിഷേധിക്കണം എന്ന് പറഞ്ഞു. നിഷേധിച്ചില്ല. സംഘടന നിഷേധിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ പറയുന്നുണ്ട് സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നാദാപുരത്തെ വിശദീകരണത്തിൽ അനീഫ് കായക്കൊടിയോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതാണ് സത്യമെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നില്ലേ പത്രങ്ങളോട് അയാൾക്ക് അങ്ങനെ വാദമില്ല, അതിന്റെ പേരിൽ അല്ല പുറത്താക്കിയത്, അതല്ലേ മാന്യതയുള്ളൊരു സംഘടന ചെയ്യേണ്ടത്? അനീഫ് കായക്കൊടി പറയാം, പത്രങ്ങൾ എഴുതിനൊക്കെ പാടപ്പോ പ്രതിഷേധക്കുറിപ്പ് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ആ പ്രവർത്തകൻ ചോദിച്ചു, 2009 സക്കരിയ സലാഹിയും ബാലുശ്ശേരിയും പുറത്താക്കിയപ്പോ തേജസ് വാർത്ത നിഷേധിച്ചുകൊണ്ട് പത്രങ്ങൾ കുറിപ്പ് കൊടുത്തല്ലോ നമ്മുടെ നേതാക്കന്മാര്. ആ നടപടി എന്താ ഇപ്പൊ സ്വീകരിച്ചുകൂടാ? എന്നിട്ട് ആ പ്രവർത്തകന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. ഹനീഫ് മൗലവി, നിങ്ങളൊരു പെണ്ണിനെ തലാക്ക് ചെല്ലിയ കാരണം നിങ്ങൾക്കറിയാം, പുറത്തൊന്നും അറിയില്ല. പക്ഷെ പിന്നീട് ഒരു കുപ്രചരണം ഉണ്ടായി. അവൾ ഇങ്ങനെ വ്യഭിചാരത്തിന് പോയി, അവിഹിത ബന്ധത്തിന് പോയി എന്നൊക്കെ ആളുകൾ ഇടയിൽ സംസാരം ഉണ്ടാകുകയാണെങ്കിൽ കല്യാണം തലാക്ക് ചെല്ലി നിങ്ങൾ പറയുമല്ലോ. അങ്ങനെയൊന്നും അല്ലട്ടോ, അതൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ പറയുന്നതാണ്. എന്തിനാ വെറുതെ തലാക്കിന്റെ കോളെ പറ്റില്ലാത്ത പറയുന്നത്? മാന്യതുള്ള ഒരാളെന്നല്ലേ ചെയ്യാം. ആ ഒരു നിലപാട് നിങ്ങൾ ചെയ്യണ്ടേ? ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞ ഇത്രണ്ട കാലം തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച ഒരാള് അയാൾ ശിർക്കിലേക്ക് പോയി എന്ന് പത്രങ്ങൾ പറയുമ്പോ അദ്ദേഹം മാത്രം നിഷേധിച്ചാൽ പോരല്ലോ, സംഘടന കൂടി നിഷേധിക്കണ്ടേ? എന്തുകൊണ്ട് നിഷേധിച്ചില്ല എന്ന് ചോദിച്ചപ്പോ മറുപടി പറയാൻ ഹനീഫ് കായക്കൊടിക്ക് സാധിച്ചില്ല. നിങ്ങൾ നോക്കുക, ഇതൊക്കെ സംഭവിച്ചിട്ട് ഞാൻ വിശദീകരിക്കാൻ ഇറങ്ങിയിട്ടില്ല. അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. മാർച്ച് 20 മുതൽ ഈ കഴിഞ്ഞ ഈ ജൂലൈ 18 എക്സിക്യൂട്ടീവ് പുറത്താക്കി. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 2 കൗൺസിലും എന്റെ കത്ത് വായിച്ചു നോക്കാതെ, ഞാൻ കൗൺസിലർമാർക്ക് കൊടുത്ത കത്ത് വായിക്കാതെ ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കുറ്റപത്ര വായന, അബ്ദുറഹ്മാൻ സലഫി തയ്യാറാക്കിക്കൊണ്ട കുറ്റപത്ര വായന അത് നടത്തി. അങ്ങനെ എന്നെ പുറത്താക്കി. പത്രങ്ങളിലൊക്കെ വന്നു. മുജാഹിദ് കേരളത്തിലുടനീളം മുഖാമുഖം നടത്തി ബൈലക്സിലൂടെയും മറ്റും അവർ തെളിയിച്ചു. അപ്പൊ പിന്നെ ഞാൻ എന്തു ചെയ്യണം? ഈ നിങ്ങൾ പറയും, ഇത്ര മാത്രം പീഡിപ്പിക്കപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ആരോപണങ്ങൾക്ക് വിധേയനാവുകയും ചെയ്ത ആളാണ് ഞാൻ തമ്മാടിത്തത്തിലേക്ക് പോയി എന്നല്ല ഈ പറയുന്നത്, ശിർക്കിലേക്ക് പോയില്ല. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആരോപണം അത്. ഞാൻ ചെയ്തത് ശിർക്കാണ്, ഞാൻ എഴുതിയത് ശിർക്കാണ്, ഞാൻ പ്രസംഗിച്ചത് ശിർക്കാണെന്ന് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി തന്നിരുന്നെങ്കിൽ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുന്ന ആളാണ്, എനിക്കങ്ങനെ വാദമില്ലെന്ന് ഞാൻ പറയുന്നു. എന്നെക്കുറിച്ച് ആരോപിക്കുന്നവർ എന്റെ പ്രസംഗമോ എന്റെ എഴുത്തോ ഒന്നും ഹാജരാക്കിയിട്ടുമില്ല. അങ്ങനെയുള്ളൊരു സ്ഥിതിയിലാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ വിശദീകരണവുമായി ഇറങ്ങേണ്ടി വന്നത്. ഇനി എന്തായിരുന്നു ആ മുഖാമുഖങ്ങളിൽ നടന്നതെന്നും അവിടെ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ശൈലി എന്താണെന്ന് മനസ്സിലാക്കാൻ 1-2 ക്ലിപ്പുകൾ മാത്രം നിങ്ങളെ കേൾപ്പിക്കാം. അബ്ദുറഹ്മാൻ സലഫി ആണല്ലോ ഈ കുപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അയാൾ പ്രസംഗിക്കുന്നത് കേട്ടോളൂ. എടവണ്ണയിൽ വെച്ച് ഇതാണെങ്കിൽ നാളെ ഖുറാഫി നിന്നോട് ചോദിക്കും, വൈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹുക്മ മാറും, സുബഹിക്ക് കുഴുത്തോടാണെന്നൊരു ഫലം യസല്യം ദുനിയ എന്ന ഹദീസില്ലേ വൈഫാണല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ അമൽ ചെയ്യുന്നത്. അതുകൊണ്ട് കുറുത്തിന് തീർക്കേണ്ടതോ വിരാറ്റാന്നതുപോലെ പ്രസംഗിച്ചതൊക്കെ മാറ്റിപ്പോയി, ഖുറാഫിന്റെ കൂടെ പോ. അതല്ലാതെ എന്ത് പറയാനാ? ഈ കൂട്ടപ്രാർത്ഥന നടത്താൻ ഖുറാഫി പറയും, അതിന് ഹദീസിന്റെ വൈഫാണല്ലേ ഉള്ളൂ, വൈഫുണ്ട് അമൽ ചെയ്യാന്ന് പ്രശ്നം പറഞ്ഞില്ലതോ വഹാബി. എന്താ മറുപടി പറയാ? അതേപോലെ പള്ളമ്മ കയ്യെത്താം, പൊക്കിളിന്റെ താഴെ കയ്യെത്താം,
ഹദീസിന്റെ ലൈഫാണല്ലോ. ലൈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹുക്മ് മാറുമെന്ന്, ശിർക്കല്ലാതാവുമെന്ന് എടോ സക്കരിയ സലാഹി ജബ്ബാർ മൗലവി നിങ്ങൾ പറഞ്ഞില്ലേ? അതിന് നിങ്ങൾ ചെയ്യുന്നത് പിന്നെ നമ്മളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? എന്താണോ മറുപടി പറയാറുള്ളത്? എന്ത് മറുപടി മറുപടിയാ പറയാൻ സാധിക്കുക? കണ്ടോ, ഇതിപ്പോ എക്സിക്യൂട്ടീവ് പുറത്താക്കി കൗൺസിൽ നടക്കുന്നതിന് മുമ്പ് നടക്കുന്ന മുഖാമുഖ പേരെടുത്ത് വിമർശിച്ച് വൈറസിലുള്ള ആളുകളെ ധരിപ്പിക്കുക, ലഈഫായ ഹദീസ് വ്യാഖ്യാനിച്ച് ശിർക്കിലേക്ക് കൊണ്ടുപോയി. ഇനി എന്താ ഖുറാഫികളോട് പറയാം? അപ്പൊ ലഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാം. ദുർബലമായ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് അനുസരിച്ച് വിജനസ്ഥലത്ത് വെച്ച് ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് ഞങ്ങൾ പറയുന്നുവെന്ന് പച്ചക്കള്ളം. മുജാഹിദ് കേരളത്തിന്റെ അഭിമാന സ്ഥാപനമായ ജാമിഅയുടെ വിരിമാറിൽ രാത്രി 12:30 ശേഷം നിന്ന് ഇയാൾ അലറുകയാണ്. കണ്ടോ എങ്ങനെ സഹിക്കും സുഹൃത്തുക്കളെ? ഇത് ജബ്ബാർ മൗലവി സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോ എന്ന് പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇതാണ് ആ സമ്മേളനത്തിൽ നടന്നതിന്റെ ഒരു ശൈലി. ഇനി ഒന്നുകൂടി കേട്ടോളി, എന്നെ ഒട്ടകമാക്കുക. സകല പണ്ഡിതന്മാരും ദുർബലം 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 എന്ന് പറഞ്ഞ കള്ള ഹദീസിലെ ഇബാദുല്ല എന്ന പദത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ച് വഴിതെറ്റിപ്പോണ്ട സുഹൃത്തെ, വഴിതെറ്റിയ ഒട്ടകനെ നിനക്കിതാ ആയത്തും ഹദീസും വഴി കാണിക്കുന്നു. തിരിച്ചുവാ വഴിതെറ്റിയ ഒട്ടകങ്ങളോട് തിരിച്ചു വരാനാണ് ഈ കിതാബിന്റെയും സുന്നത്തിന്റെയും സന്ദേശം. അപ്പോൾ ഒട്ടകപ്പുറത്തിരിക്കുന്നവർക്കും തിരിച്ചെത്താം. ഇതാണ് ഈ സന്ദർഭത്തിൽ ഗൗരവത്തോട് അനസുമോർന്ന് പറഞ്ഞതിന്റെ അനുബന്ധമായി മറക്കാതെ ഓർക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുജാഹിദുകളെ, ഇവിടെ കേട്ട പേരോട് അബ്ദുറഹിമാൻ സഖാഫിയുടെ വാദമല്ല, അലവി സഖാഫിയുടെ വാദമല്ല, നജീബ് മുസ്ലിയാരുടെ വാദമല്ല. ഈ കള്ളത്തരം അല്ലാഹുവിന്റെ പേരിൽ, റസൂലിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ പറഞ്ഞ് ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആ മുസ്ലിയാക്കന്മാരുടെ ശിർക്കൻ വിദഗ്ധവാദം പറയുന്ന, നമുക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ജബ്ബാർ മൗലവിയുടെ, സക്കരിയ സലാഹിയുടെ വാദങ്ങളുടെ പിന്നാലെയല്ല പോകേണ്ടത്. അവർക്കൊക്കെയുള്ളത് ദുർബലമായ ഹദീസാ. അപ്പൊ ദുർബലമായ ഹദീസും കൊണ്ട് ഞാനും ജബ്ബാർ മൗലവിയുടെ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ്. ആരെപ്പോലെ? അലവി സഖാഫിയെ പോലെ, പേരോടിനെ പോലെ, നജീബ് മുസ്ലിയാനെ പോലെ. അതുകൊണ്ട് അവരുടെ കൂടെ പോകണ്ട. അപ്പൊ ഇങ്ങനെ മുഖാമുഖം. ഇതാണ് നമ്മുടെ പരിപാലനമായ ജാമിഅ ക്യാമ്പസിൽ വെച്ച് കൗൺസിൽ പോലും കൂടുന്നതിന് മുമ്പ് ഇയാൾ പറയുകയാണ്. സുഹൃത്തുക്കളെ, തനിച്ച ശിർക്കാരോപണമല്ലേ ഇത്? ഇത് എവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞാനൊരു ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ, ശേഖയെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്ന് പറയുന്നത് പോലെ, ജിന്നയെ കാക്കണേ, ജിന്നയെ രക്ഷിക്കണേ എന്ന് പറയുന്നുവെന്ന് വരുത്തി തീർക്കുകയാണ് വാസ്തവത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു കൊല്ലമായി തുടങ്ങിയിട്ട് കഴിഞ്ഞ ജമിയത്തുൽ ഉലമയുടെ പേരിൽ നടന്ന 2011 ജൂണിൽ CD ടവറിൽ വെച്ച് നടന്ന 2011 CD ടവറിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ TP പറയാ, പ്രാർത്ഥന ആരോടാണെന്ന തർക്കം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് CD ടവറിൽ വിശദീകരണ യോഗം തുടങ്ങിയത്. എല്ലാ ജില്ലകളിലും വിശദീകരണം. നിങ്ങൾക്കറിയോ, ഈ ഒരു തർക്കം ഉണ്ടായത് 2011 KNM ഇലക്ഷനോടനുബന്ധിച്ചാണ്. അതിനു മുമ്പ് തർക്കല്ല. ജബ്ബാർ മൗലവി എഴുതിയത് 2007 ഏപ്രിലില്ല. 2007 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 11 കഴിഞ്ഞു. 11 ജൂണിലാണ് ഇവർ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടിയത് CD ടവറിൽ. നാനി ഹാജിന്റെ, നൂർ ഷെയ്ഖിന്റെ, അബ്ദുറഹ്മാൻ സലഫിയ വിളിച്ചുകൂട്ടിയത്, കാദറാജിയുണ്ട്, അതുപോലെ തന്നെ കണ്ണൂരിലുണ്ട്, കണ്ണൂർക്കാരുണ്ട്, കാസർഗോട്ടുകാരുണ്ട്. ആ ഗ്രൂപ്പ് മീറ്റിംഗിന്റെ തീരുമാനം അനുസരിച്ചാണ് ഇങ്ങനെ ഒരു ചേരിതിരിവുണ്ടാക്കി നമുക്ക് സംഘടന പിടിക്കാം എന്നവർ തീരുമാനിച്ചത്. അപ്പൊ മുജാഹിദ് പ്രവർത്തകരിൽ ഒരു കൂട്ടം ശിർക്കിലേക്ക് പോയി. ഇതാ ശിർക്ക് പ്രചരിപ്പിക്കുന്നു, ഞങ്ങളുടെ കൂടെ നിന്നോളൂ, എന്നാൽ സംഘടനയെ തൗഹീദിൽ പിടിച്ചു നിർത്താം എന്ന ശരിയായ ഇലക്ഷൻ പ്രചരണമായിരുന്നു ജമിയത്തുൽ ഉലമയുടെ വിശദീകരണ യോഗം എന്ന് പറയുന്നത്. പരിപാവനമായ നമ്മുടെ കേന്ദ്ര ഓഫീസിൽ വെച്ച്
കോഴിക്കോട് ജില്ലയ്ക്ക് നടത്തിയ വിശദീകരണത്തിൽ TP പറഞ്ഞ വാചകം കേട്ടോളൂ. നേരെ വിളിച്ച് നമ്മുടെ പ്രസ്ഥാനം ചെയ്യുമ്പോൾ ഒരു ചർച്ച നടന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുന്നു പാടില്ല, അവസാനിപ്പിക്കണമെന്നുള്ളത്. അങ്ങനെ ഒരു ചർച്ച നിങ്ങൾ ആരെങ്കിലും കേട്ടിടോ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച 2011 ഏതെങ്കിലും ഒരു യൂണിറ്റ് നടന്നത് TPക്ക് രേഖാമൂലം തെളിയിക്കാൻ പറ്റുമോ? ഒരുപക്ഷെ കടലുണ്ടിയിൽ 3 യൂണിറ്റ് നടന്നിട്ടുണ്ടാവും. ആരോ പ്രധാനപ്പെട്ട നേതാവ് അമ്പലത്തിന് പൈസ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ പ്രവർത്തകരുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ വേറെ എവിടെയും നടന്ന ഞങ്ങൾ കേട്ടിട്ടില്ല. ഇനിയും കേട്ടുള്ള പറയുന്നത്. എന്നാൽ മുജാഹിദിന്റെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും ഓരോരുത്തരുമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനെ മാത്രം സഹായം ചെയ്യൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നൊരു ഭാഗം ഇങ്ങോട്ട് കടന്നു വന്നാൽ ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കും. 2011 പറയാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും KNM ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് 2011 ആഗസ്റ്റിലാണ് വിജ്ഞാപനം വരുന്നത്. ജൂണിൽ തന്നെ വിശദീകരണം തുടങ്ങി. ഇലക്ഷന് മുമ്പ് എല്ലാ സ്ഥലത്തും വിശദീകരണം നടത്താം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. കണ്ണൂരിൽ വിശദീകരണം വൈകിപ്പോയി. അപ്പൊ കോൺഗ്രസ് എന്ത് കാറ്റിന്നറിയോ? നേരെ നീട്ടിവെച്ചു ഇലക്ഷൻ. യൂണിറ്റിൽ മെമ്പർഷിപ്പ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ ഡേറ്റ് നേരത്തെ തീരുമാനിച്ചതാ. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ആരാ? പ്രൊഫസർ അബ്ദുറഹ്മാൻ സലഫിയുടെ വലങ്കൈ റബ്ബർ സ്റ്റാമ്പ്. ഉടനെ തന്നെ ഒക്ടോബർ 15 തെരഞ്ഞെടുപ്പ് നീട്ടി. എന്നിട്ട് ഒക്ടോബർ 14 കണ്ണൂരിൽ ഇലക്ഷൻ. ആ ഇലക്ഷൻ ഒക്ടോബർ 14 വിശദീകരണം, 15 തെരഞ്ഞെടുപ്പ്. അപ്പൊ ആ വിശദീകരണം കഴിഞ്ഞ ആളുകൾ പോകുന്നത് 2 മനസ്സുമായിട്ടാ. നിങ്ങൾക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ KNMന്റെ ചരിത്രത്തിലില്ലാത്ത വഴിവിട്ട പ്രവർത്തനങ്ങളും സ്വജനപക്ഷപാതവും താന്തോന്നിത്തങ്ങളും അക്രമങ്ങളും അനീതികളും എമ്പാടും നടന്നിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും നടന്നിട്ടുണ്ട്. എത്രയെത്ര പരാതി കൊടുത്തു. നമ്മൾ കൊടുത്ത പരാതി ചവറ്റ് കൊട്ടയും. നമുക്കെതിരെ കിട്ടിയ പരാതി ഉടനെ നടപടി, അന്വേഷണം. ഇതൊക്കെ ഒരു മതസംഘടനയ്ക്ക് ചേർന്നതാണ് സുഹൃത്തുക്കളെ. എന്ത് അക്രമങ്ങളൊക്കെയാണ് നടന്നത്. പലയിടത്തും തരം എഴുതിവെച്ചു. 40 വയസ്സിൽ താഴെയുള്ളവരാരും തന്നെ KNMന്റെ യൂണിറ്റ് എക്സിക്യൂട്ടീവിൽ പോലും വരാൻ പാടില്ല. അത് ഈ അന്ന് ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുത്തവരുള്ള ജില്ലകളിൽ അത് കൃത്യമായി നടപ്പിലാക്കി. മെമ്പർഷിപ്പ് കൊടുക്കും. തെരഞ്ഞെടുപ്പിൽ നിന്ന് ആ 40 വയസ്സുള്ളവർ മാറിയിരിക്കും അല്ലേ? ഇവിടെ പലരും പുറത്താക്കി എടുപ്പായി. അബ്ദുറഹ്മാൻ അൻസാരി അദ്ദേഹം ISMന്റെ വൈസ് പ്രസിഡന്റാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്ന് പുതിയ കമ്മിറ്റി വരുമ്പോഴേക്കും മൂപ്പർ ISM പുറത്താകും. സരിനെടുത്തില്ല. എന്താ ഈ ക്ലോസാ കാരണം. പക്ഷെ ഞമ്മന്റെ ആളാണ് ഡോക്ടർ സുൽഫീഖർ. അവിടെ നിന്ന് ബാധകായില്ല. അവിടെ കൃത്യമായിട്ട് എടുക്കുകയും ചെയ്തു. അപ്പൊ ഈ കോൺഗ്രസ് വിചാരിച്ചവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിൽ മാറ്റിയിരുത്തിയിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി. KNMന്റെ ഭരണഘടന അനുസരിച്ച് 18 വയസ്സുള്ള ആർക്കും മെമ്പർഷിപ്പ് കൊടുക്കാം. അയാൾക്ക് സംസ്ഥാന സെക്രട്ടറി വരെ ആകാം. ഭരണഘടന പറയുന്നത്. അപ്പൊ അവസാനം തെരഞ്ഞെടുപ്പിന് കേസ് വന്നു. ഇപ്പോഴും 7 or 8 കേസുകൾ നിലനിൽക്കാണ്. മഞ്ചേരിയിൽ നിന്നൊരു കൂട്ടർ കേസ് കൊടുത്തപ്പോ അതിന് ഇവർ കൊടുത്ത സത്യവാങ്മൂലം എന്താറിയോ? മറുപടി എന്താണെന്നറിയോ? യുവാക്കൾ സംഘടന പിടിച്ചടക്കും, യുവാക്കൾ കൂടുതൽ വന്നാൽ തീവ്രവാദ ലോബി സംഘടന പിടിച്ചടക്കുമെന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ ക്ലോസ് വെച്ചത്. ആരെ പറ്റിയായി പറയുന്നത്? കഴിഞ്ഞ 10 വർഷമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി KNMന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കളെ സംബന്ധിച്ച് തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരിൽ എല്ലാ ആട്ടും തുപ്പും പെട്ട പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ച് മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകിയ ISMനെ പറ്റി കോടതിയിൽ കൊടുത്ത വാഗ്ദാനം മറക്കാൻ കഴിയോ? ആരാണ് ഇത് എഴുതി കൊടുത്തത്? പ്രൊഫസർ അബ്ദു എന്ന കാപാലികൻ എന്ന് പറയണ്ടേ? ഈ പ്രസ്ഥാനത്തിൽ ഭീകരപ്രവർത്തനം നടത്തുന്നവരും അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരുണ്ട്. കോടതിയിൽ എഴുതി കൊടുത്തില്ലേ നിങ്ങള്? അങ്ങനെയാ തെരഞ്ഞെടുപ്പ് നടന്നത്. ചെറുപ്പക്കാരെ മാറ്റി നിർത്താൻ വേണ്ടി സ്വീകരിച്ച കുതന്ത്രമായിരുന്നു അത്. ഇനി നിങ്ങൾ നോക്ക്, ഇപ്പൊ എന്താ വന്നത്? ആ നടന്ന എല്ലാ അക്രമങ്ങളും ശരിയായിരുന്നു എന്ന് വരുത്താനാണ് ഇപ്പൊ വീണ്ടും ഈ വിശദീകരണങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നത്. മനസ്സിലായില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അബ്ദുറഹ്മാൻ സലഫി കാണിച്ച താന്തോന്നിത്തങ്ങളൊക്കെ സംഘടന ശിർക്കിലേക്ക് പോകുന്നത് രക്ഷപ്പെടുത്താനായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കുഴപ്പമില്ല കേട്ടോ, സംഘടനയെ ശിർക്കിന് രക്ഷപ്പെടുത്താനല്ലേ മൂപ്പർ ഇത് ചെയ്തത് എന്ന് വരുത്താനാണ് ഇപ്പൊ വീണ്ടും വിശദീകരണങ്ങളുമായി നടക്കുന്നത്. നിങ്ങൾ നോക്ക്, ഗുരുതരമായ ശിർക്കാരോപണം. നമ്മൾ വിജനസ്ഥലത്ത് വെച്ച് ജിന്നുകളെ വിളിച്ചു തേടാം എന്ന് തന്നെ പറയുന്നുവെന്നാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം തലശ്ശേരിയിൽ വെച്ച് TP പറഞ്ഞത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന സെപ്റ്റംബർ 12 കേട്ടോ നിങ്ങൾ,
മഞ്ചേരി മരിച്ചുപോയ മഹാനന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അവരും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അല്ലാഹുവിനോടാണ് സഹായം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറഞ്ഞതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല, ആരാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിക്കുകയും വീണ്ടും വിശദീകരണത്തിലേക്ക് നടക്കുകയും എന്താണ് ഇല്ലെന്ന് പറയാൻ 4 മണിക്കൂർ വേണമോ? എനിക്ക് ആ വിശ്വാസമില്ല. ജമിയത്തിന്റെയും നെടുവത്തുൽ മുജാഹിദിന്റെയും ആശയം തന്നെയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ? അല്പകാലം ഒന്ന് വിശ്രമിച്ചുകൂടെ? എന്നെ വിശ്രമിപ്പിക്കുകയാണ്. സെപ്റ്റംബർ 8 വിശദീകരണം 12 ആയപ്പോഴത്തിന് വിശ്രമിക്കാൻ പറയാ. 4 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ മഞ്ചേരി കഴിഞ്ഞിട്ട്. അപ്പോഴത്തിന് മുമ്പിലേക്ക് വിശ്രമിക്കാൻ പറയാ. എന്തെങ്കിലും കുറെ കാലത്തെ വിശ്രമിപ്പിച്ചു. ഞാൻ വിശ്രമിപ്പിച്ച് എന്നെ പോലുള്ള പല ആളുകളുടെയും വായ മൂടിക്കെട്ടി ഏകപക്ഷീയമായ വിശദീകരണം നടത്തിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകർക്ക് നിങ്ങൾ ശിർക്കാരോപണം നടത്തിയത്. എന്തൊരു ഗുരുതരമാണ് പറയുന്നത് കേട്ടില്ലേ? ഞാൻ ജമിയത്തുലമയുടെയും മറ്റും ആശയത്തിൽ തന്നെയാണ് എന്ന് പറയാൻ 4 മണിക്കൂർ വേണോ? എന്തിനാ ഇടവണ്ണ ജാമ്യയിൽ രാവിലെ 10 മണി മുതൽ രാത്രി 1 മണി വരെ പാതിരാവായത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പരിചയമുണ്ടോ? ഈ കോക്കസ് നടത്തുന്ന മുഴുവൻ വിശദീകരണവും രാത്രി 12-1 മണിക്കാ തീരുന്നത്. പണ്ട് പാതിരാവായതുകളെ കുറ്റം പറഞ്ഞ് നമ്മളാ അല്ലേ? എന്തിനാ ഇത്ര അധികം ഇല്ലാത്തതുണ്ടാക്കാൻ മുജാഹിദ് പ്രവർത്തകർ ശിർക്ക് തൗഹീദിന്റെ ആയത്ത് ഇങ്ങനെ ഓതുക. അപ്പൊ ആളുകൾ വിചാരിക്കും ഒക്കെ ശിർക്കിലേക്ക് പോയിട്ടോ. ഇത് മടമൂരികളുടെ സ്വഭാവമാണെന്ന് ചാരിയത്ത് വെച്ച് അനസ് മുസ്ലിയാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. തൗഹീദിന്റെ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പഠിച്ചു വെച്ചോ ജിന്നൂരി നമ്മളോട്. ജിന്നൂരി എന്ന് പേര് വിളിക്കുന്നു. മടമൂരികൾ പറഞ്ഞ അതേ ശൈലി നമ്മൾ വിമർശിച്ചു. 2002 ഈ സംഘത്തിൽ നിന്ന് പുറത്തുപോയ അന്നു മുതൽ മടമൂരികൾ പറയുന്നത് എന്താ? 35 പേരെ പുറത്താക്കിയ പിറ്റേന്ന് അവർ പറഞ്ഞു ഈ സംഘടനയെ പിശാച് പൂജയിലേക്കും അതുപോലെ തന്നെ ജിന്ന് സേവയിലേക്കും നയിക്കാൻ അനുവദിക്കുകയില്ല. അന്ന് പറഞ്ഞതാ നമ്മൾ പിശാച് സേവയിലേക്ക് കൊണ്ടുപോകാണ്. ഇക്കഴിഞ്ഞ ദിവസം കണ്ടില്ല നിങ്ങൾ? അന്ധവിശ്വാസങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ മുജാഹിദ് കേരളം അനുവദിക്കില്ല. TP അതാരുടെ ഭാഷയാ? സാക്ഷാൽ മടവൂരിന്റെ ഭാഷയാണ്. 2002 മുതൽ മടവൂരി പറയുന്ന ഭാഷയാണ്. ഇയാള് മടവൂരികളുടെ ആളായിരുന്നല്ലോ. ഈ കഴിഞ്ഞ പിളർപ്പിന്റെ കാലത്ത് മധ്യസ്ഥന്മാർക്ക് മടവൂരികൾ കൊടുത്ത പാനലിലെ അവരുടെ വൈസ് പ്രസിഡന്റാണ് ഇയാള് TP. അങ്ങനെ മധ്യസ്ഥൻ ചമഞ്ഞ് സംഘടനയിൽ കയറിക്കൂടി 10 കൊല്ലം കൂടെ നടന്നാണെങ്കിൽ ഒരു മാറ്റം വേണ്ടേ? മാറ്റണ്ടല്ല, പഴയതിപ്പോ ഛർദിക്കുക. അന്ധവിശ്വാസങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കില്ല. ഈ മടവൂരി ഭാഷ്യത്തിന് 10 കൊല്ലം നമ്മൾ മറുപടി പറഞ്ഞു. എവിടെ അന്ധവിശ്വാസം? ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമുള്ള ഒരു വിശ്വാസവും ഒരു കാലത്തും അന്ധവിശ്വാസമാവുകയില്ല എന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത് അല്ലേ? ഇപ്പൊ പറഞ്ഞെന്താ? അന്ധവിശ്വാസാണ്. അന്ധവിശ്വാസം ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഇല്ലാത്ത ഒരു വിശ്വാസവും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയാണ് പറഞ്ഞു സ്ഥാപിച്ചത്. ചാലിയത്ത് വെച്ച് മടവൂരികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അനസ് മുസ്ലിയാരി പറയാണ് ആയത്ത് ഇങ്ങനെ ഓദിക്ക മടവൂരി കേന്ദ്രന്മാർക്കെതിരില് സുന്നിയൽക്കെതിരിൽ ഓതുന്ന ആയത്തൊക്കെ ഞങ്ങൾക്കെതിരിൽ ഓതുകയാണോ? കേൾപ്പിച്ചെടുക്കും ഓതിക്കോളൂ. കാര്യം കുറെ ആയിട്ട് ഈ രൂപത്തിൽ കാണാൻ പഠിച്ചു വെച്ചിരുന്ന പക്ഷെ ഇപ്പൊ ഓതാൻ സ്റ്റേജില്ല. ആരോടാണ്? ആരോടായി പറയുന്നത്? അന്നറിയ ചാരിയത്തൊക്കെ ഇപ്പൊ അൽവിസക്കാവിയുമായിട്ടൊക്കെ മറുപടി പറയുമ്പോ സാധാരണക്കാരായ ആളുകൾ പോലും ഈ ആയത്തിനോട് എന്ന ആയത്തൊക്കെ കേട്ടിട്ട് ചാരിയത്തുകാരായ ആളുകൾ പഠിച്ചു വെച്ചു. ഇത് സുന്നികളായ ആളുകള് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോ, മരിച്ചവരോട് പ്രാർത്ഥിക്കുമ്പോ, അവരോട് അവരുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുമ്പോ അവർക്കെതിരെ ഓതുന്ന ആയത്താണല്ലോ. എന്നാൽ ഇപ്പോ മടവൂരികൾ ഇവിടുത്തെ കേന്ദ്രമുകാർക്ക് തന്നെ ഈ ആയത്ത് പഠിപ്പിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു എന്ന് കേൾക്കണം, തെറ്റിദ്ധരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നുണ്ടാക്കണം. അതേ പണിയപ്പോ കൊടുക്കുന്നത് കണ്ടോ? ഇയാൾ കൊടുക്കണ പണിയതാണ്. ഈ തലൂഹും നമുക്കെതിരിൽ ഓതുക.
നമുക്കതിൽ ഓടുക, കേൾക്കുന്നു തെറ്റിദ്ധരിക്കട്ടെ. ഇടവണ്ണ ജാമ്യയിൽ അതല്ലേ നടന്നത്, കൊടുവള്ളിയിൽ അതല്ലേ നടന്നത്, അതുപോലെ തന്നെ ബുസ്താനിൽ അതല്ലേ നടന്നത്. ഈ 3 മുശ്രിക്കാക്കൽ സമ്മേളനത്തിലും പങ്കെടുത്താണ് TP. എന്നിട്ടാണ് അതിന്റെ ശേഷം കൗൺസിൽ കൂടിയത്. എന്നിട്ട് ഇദ്ദേഹം കൂനൂരിൽ വെച്ച് മഞ്ചേരി വെച്ച് പറഞ്ഞ സക്കരിയ സലാഹി വിശദീകരണത്തിന് ഇറങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് വിശദീകരണത്തിന് ഇറങ്ങേണ്ടി വന്നത്. ഇങ്ങനെ പച്ചക്ക് കളവ് പറയാൻ ഒരാൾക്ക് സാധിക്കോ? ഒരു മതസംഘടനയുടെ നേതാവാകുന്നത് പോകട്ടെ, ഒരു സാധാ ഒരു ഈർക്കിൾ പാർട്ടി രാഷ്ട്രീയപ്പെട്ട നേതാവ് പോലും ഇങ്ങനെ പച്ചക്കളവ് പറയോ? ഈ 3 മുശ്രിക്കാക്കൽ സമ്മേളനത്തിലും പങ്കെടുത്ത് അതിന് നേതൃത്വം കൊടുത്ത ആള് പറയാണ് സക്കരിയ വിശദീകരിച്ചതിന് ശേഷം ഞങ്ങൾ വിശദീകരിച്ചത്. ഞാൻ സെപ്റ്റംബർ 8-നല്ലേ ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ ഇറങ്ങുകയാണെങ്കിൽ സംഘടനയെ പൊളിക്കലാണ് എന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ ഏപ്രിൽ മാസത്തിൽ ഇറങ്ങുമായിരുന്നു. എനിക്കെതിരിൽ ഷോക്കോസ് നോട്ടീസ് തന്ന് ഞാൻ നാട്ടിലെത്തി ആ മാസം തന്നെ ഇറങ്ങുമായിരുന്നു. പലരും എന്നെ വിളിച്ചു, ഞാൻ പോയില്ല. ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, ഈ 5 മാസവും കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 8-ന്. എന്താ കാരണം? ഇങ്ങനെ പത്രങ്ങളിലൂടെയും കൗൺസിലിലൂടെയും അതുപോലെ തന്നെ മുഖാമുഖങ്ങളിലൂടെയും ആളുകളെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിച്ചപ്പോ ഇപ്പോഴും പറയുന്നത് തന്നെയാണ്, ശിർക്കിലേക്ക് പോയി തന്നെയാണ്. സെപ്റ്റംബർ 12-ന് ആളുകൾ കണ്ണൂർ ജില്ലയിൽ 4ാമത്തെ ജിന്നിപ്പിശാച് വിശദീകരണം. വേറൊന്നും ഈ കമ്മിറ്റി വന്നതിന് ശേഷം ഒരു കാര്യവും ജനങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഇത് മാത്രം ഇപ്പൊ ദേവത്ത് നോക്കി അബ്ദുറഹ്മാൻ സലഫി പറയുന്ന പ്രധാന പ്രശ്നം എന്താണ് ഉപരി പറയാം? ഇവരുടെ പ്രശ്നം സഹായം ചോദിക്കേണ്ടത് ആരോട് എന്നത് തന്നെ, അത് അല്ലാഹുവിനോടാണ് എന്നതിൽ മുജാഹിദുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ശരി, അതങ്ങനെ തന്നെ. എന്നാൽ മരുഭൂമിയിൽ വിജനമായ സ്ഥലത്ത് ഒരാൾ ഒറ്റപ്പെട്ടാൽ അവിടെ വെച്ച് ആരോടാണ് സഹായം ചോദിക്കേണ്ടത്? അതാണ് ഇതിന്റെ കൂടെ തന്നെ വരുന്ന പ്രശ്നം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ വിഷയകമായി എന്ത് പറഞ്ഞു എന്നതാണ് ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ളത്. മറ്റു വ്യക്തികൾ എന്ത് പറഞ്ഞു, പണ്ഡിതന്മാരെന്ത് പറഞ്ഞു, ആളുകൾ എന്ത് പറഞ്ഞു എന്നത് മുജാഹിദുകൾക്ക് പ്രസക്തമല്ല. മുജാഹിദുകൾ പ്രമാണമാണ് അംഗീകരിക്കുന്നത്. കണ്ടങ്ങള്, അതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം. സഹായം ചോദിക്കേണ്ടത് ആരോടാണെന്നൊരു വലിയ തർക്കം ഇവിടെ നടക്കുകയാണ്. അപ്പോ മൊത്തത്തിൽ സഹായം ചോദിക്കേണ്ട അള്ളാഹിനോട്. എന്നാൽ വിജനമായ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ അല്ലാത്തോടും സഹായം ചോദിക്കണം എന്ന് ആരൊക്കെയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കുറെ ആളുകളുടെ കിതാബും മുദ്രയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ പ്രമാണങ്ങൾ പറയുന്നു അവിടെയും വെച്ച് അള്ളാഹിനോടാണ് സഹായം തേടുന്നത്. പച്ചയായ തെറ്റിദ്ധരിപ്പിക്കലല്ലേ ഇത്? സുഹൃത്തുക്കളെ, കഴിഞ്ഞ വിശദീകരണ യോഗങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, വിജനസ്ഥലത്തും ജനസ്ഥലത്തും പുഴയിലും കടലിലും കരയിലും കാട്ടിലും നാട്ടിലും എല്ലാം നമ്മൾ സഹായം ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. ഭൗതികമെന്നോ അഭൗതികമെന്നോ കഴിവിൽപ്പെട്ടതെന്നോ കഴിവിൽപ്പെടാത്തതെന്നോ ഹാദിറുള്ള ജിന്നിനോടൊന്നോ ഗായിബുള്ള ഒരു ജിന്നിനോടും ഒന്നും ചോദിക്കാൻ പാടില്ല. തനിച്ച ശിർക്കിലേക്കുള്ള മാർഗമാണതെന്നും അത് തനിച്ച ഹറാമാണെന്നും എത്ര തവണ നമ്മൾ വ്യക്തമാക്കി. എന്നിട്ടും പാവപ്പെട്ട ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറയാണ്. കാരണം മൂപ്പർക്കറിയാം കുറെ സംഘടനാ ലോബികളുണ്ട്, അവരിപ്പോ ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ വരാത്ത കുറെ ആളുകളുണ്ട്. സംഘടന പറഞ്ഞത് അങ്ങനെ മിണിങ്ങി നടക്കണേ കുറച്ച് തക്ലീദുകളുണ്ട്. അവരെങ്കിലും തെറ്റിദ്ധരിച്ച അത്രയായില്ലേ? കാരണം കടവത്തൂരും കല്ലിക്കണ്ടിയും ഒക്കെ ഉള്ള പഴയ മുജാഹിദീങ്ങൾ കുറച്ചുണ്ട്. ഓലെ ഒന്നും കേൾക്കൂല. നേതൃത്വം എന്താ പറഞ്ഞതെന്ന് അങ്ങനെയുണ്ട്. ചില ആളുകൾ പറയാ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ നേതാക്കന്മാരൊപ്പേ നിൽക്കും. പണ്ടൊക്കെ നമ്മൾ പറയലെന്താ, നിങ്ങൾ എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമല്ല, ഞങ്ങൾ പ്രമാണത്തിന്റെ ഒപ്പേ നിൽക്കും. ഹുസൈൻ മടവൂര് നല്ല നേതാവായിരുന്നില്ലേ? CPM പ്രസിഡന്റ് മോശക്കാരനാ? എന്ത് നമ്മൾ അങ്ങോട്ട് നിൽക്കാഞ്ഞത്? അവര് പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചു, ആദർശത്തിൽ വ്യതിചലിച്ചു. അതുകൊണ്ടാണ് ഭൗതികമായി സംഘടനാ രംഗത്ത് ഒരുപാട് കഴിവുകളുള്ള പ്രവർത്തകർ അപ്പുറത്തുണ്ടായിരുന്നത്. എന്താ നമ്മൾ ഓരോ കൂടെ പോകാതിരുന്നത്? ആദർശത്തിൽ പിഴവ് പറ്റിയോണ്ടാണ്. അപ്പൊ പ്രമാണത്തിന്റെ ഒപ്പം നിൽക്കുക എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ എന്നുമുള്ള നിലപാട്. അതിനു പകരം നേതാക്കന്മാര് പറഞ്ഞതിനെ ശരി തെറ്റുകൾ നോക്കാതെ വിഴുങ്ങി നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാതെ മുമ്പ് പറയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം വിജനപ്രദേശത്ത് ആരോടാ സഹായം ചോദിക്കേണ്ടത് എന്നതാണ്. അത് ജിന്നിനോടാണെന്ന് കുറെ ആളുകൾ പറയുന്നു. കേരളത്തിൽ അങ്ങനെ വല്ല വിജനപ്രദേശമുണ്ടോ? വരവെക്കാൻ തന്നെ സ്ഥലമില്ലാതെ ആളുകൾ നിൽക്കുക.
അപ്പൊ ഇല്ലാത്തൊരു പ്രശ്നം ഊതി വീർപ്പിച്ച് സംഘടന പിടിച്ചെടുത്ത് സംഘടനയിൽ തന്റെ സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ വേണ്ടി ഇപ്പൊ പറയാം അധികാരമോഹം എന്ന് പറഞ്ഞപ്പോ അനസ് മൗലവി പറയാ അബ്ദുറഹ്മാൻ സലഫിക്ക് എന്താ അധികാരമോഹം? അദ്ദേഹം കേന്ദ്ര അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലേ? അബ്ദുള്ള കോയ മദനിക്ക് എന്താ? അദ്ദേഹം പ്രസിഡന്റ് അല്ലേ? എങ്ങനെ ആയതാ? കഴിഞ്ഞ KNM ഇലക്ഷൻ സത്യസന്ധമായി നിഷ്പക്ഷമായി ഒരിടപെടലും കൂടാതെ നടന്നിരുന്നുവെങ്കിൽ ഈ കമ്മിറ്റി ഉണ്ടാകുമായിരുന്നില്ല, ഉറപ്പാ. അതുകൊണ്ടാണ് ഇടപെട്ടത്. ശക്തമായ ഇടപെടലും ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയിട്ടാ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയത്. പക്ക പാനൽ പാസ്സാക്കിയെടുത്തത്. കുപ്രചരണങ്ങൾ നടത്തി ഒരു വിഭാഗം ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിച്ചു KJUവിന്റെ ബാനറിൽ. മഹത്തായ KJUവിനെ പോലെ ആളുകൾക്ക് വിശ്വാസമില്ലാതായി. കാരണം ഒരു രാഷ്ട്രീയക്കാരി കളിയിലും ഉൾപ്പെടാതെ എൽമിയായ രംഗത്ത് മാത്രം നിന്ന പാരമ്പര്യമാണ് KM മുതൽ KJU ഉണ്ടായിരുന്നത്. പക്ഷെ ഈ കോൺഗ്രസ് KJUവിനെ ഉപയോഗിച്ചു. ഹുസൈൻ മടവൂര് പോയ കാലത്ത് ഹുസൈൻ മടവൂരിന്റെ വ്യതിയാനം ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തത് KJU വിശദീകരണത്തിലൂടെയായിരുന്നു. അതാണ് അബ്ദുറഹ്മാൻ സലഫി മനസ്സിലാക്കിയത്. KJUവിനെ വിശദീകരിപ്പിച്ച എല്ലാവരും മുണുങ്ങിക്കൊള്ളുന്നതാണ്. അന്ന് മുജാഹിദികൾ മുണുങ്ങിയതല്ല, വസ്തുത ഉണ്ടായിരുന്നു. അന്ന് KJUവിന്റെ കൂടെ തെളിവുണ്ടായിരുന്നു. KJU പറഞ്ഞതിൽ സത്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ഇന്നെന്താ KJU പറഞ്ഞിട്ട് ആളുകൾ നിൽക്കാത്തത്? ഇത് തെളിവില്ല, സത്യമില്ല, രാഷ്ട്രീയ കളിയേക്കാളും തരം താഴ്ന്ന വേലത്തരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പരിപാവനമായ KJUവിന്റെ ആളുകൾ വിശ്വാസമില്ലാതെയായി. എന്ത് KJU ആളുകൾ ചോദിക്കാൻ തുടങ്ങി. ആരാ ഉത്തരവാദി? ആരാണ് ഉത്തരവാദി? ഈ നേതൃത്വമാണ് അതിന്റെ ഉത്തരവാദി. ഇനി നിങ്ങൾ നോക്ക്, SLRCയുടെ സംസ്ഥാന നേതാവും കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറിയുമായ അബ്ദുറഹ്മാൻ സലഫിയുടെ അടുത്ത ആളായ ഡോക്ടർ ബഷീർ കണ്ണൂർ ജില്ലാ ആദർശ വിശദീകരണത്തിൽ പറയുന്നത് കേട്ടോളൂ. നമ്മുടെ നമസ്കാരത്തിൽ അല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിൽ 17 പ്രാവശ്യം നമ്മൾ ഇയ്യാക്കാൻ എന്ന് പറഞ്ഞു. അവിടെ അള്ളാഹു ചേർത്തു നിന്നെ മാത്രം ആരാധിക്കുന്നതോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ ഇന്നെ മാത്രം ആരാധിക്കുന്നു പറഞ്ഞ അള്ളാഹുവാട് വെറുതെ തെറ്റും. നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ സഹായത്തിനൊക്കെ ഇന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തെ അനുകൂലപ്പെടുത്താൻ ആഗോളാടിസ്ഥാനത്തിൽ പല പദ്ധതികൾ നടത്തി വരികയാണ്. ഇവിടെ കുബൂരിസവും മൗദൂസ്യവും സുലൂസ്യൊക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസ്ലാം കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാനെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞവർ വീണ്ടും പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് വാദിച്ചില്ല. ഇവിടെ നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞു അങ്ങനെ വിശ്വാസമുണ്ടോ? അധ്യക്ഷ പ്രസംഗാപ്പത് തീപ്പിന്റെ ഉദ്ഘാടനങ്ങൾ കേട്ടു, അധ്യക്ഷൻ കേട്ടു. അപ്പൊ ഈ വന്നുകൂടിയ ജനങ്ങൾ എന്താണ്? ഒരു വിഭാഗം പച്ചയായി ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നുകളെ വിളിച്ച് സഹായം തേടാം എന്ന് പറയുന്ന. അപ്പൊ മിനിഞ്ഞാന്ന് കടവത്തൂരിൽ എന്റെ വീടിനടുത്ത് അനസ് മുസ്ലിയാരും മജീദ് സലായിക്ക് വിശദീകരിച്ചു. ആളുകൾ ചോദിച്ചത് അപ്പൊ സക്കരിയാസലായി ജിന്നുകളെ വിളിച്ച് സഹായം തേടാന്ന് പറഞ്ഞ ക്ലിപ്പ് ഇപ്പോഴും നീ അടിച്ചു. അവസാനം വരെ ഇടാൻ കഴിഞ്ഞില്ല. പിന്നെ 8 ക്ലിപ്പ് ഏതാ? സെപ്റ്റംബർ 10 ബുസ്താനിന്റെ മുമ്പിൽ പ്രസംഗിച്ചത്. അപ്പൊ പുറത്താക്കണിയും ഒരു ക്ലിപ്പും ഇല്ലേ? അതെല്ലാം പറഞ്ഞ എന്താ? ഹറാമാണ്, ശിർക്കിലേക്കുള്ള മാർഗമാണ്. അനുവദനീയത്തിന്റെ ഒരു ക്ലിപ്പും കിട്ടിയില്ല. കണ്ടോ? അപ്പൊ ആളുകളെ വിളിച്ചുകൂട്ടി ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചയായ ശിർക്കാരോപണമാണ്. ഇയാളെ ഉസ്താദ് KV പറയുന്നത് കേട്ടോ. ലോകത്ത് ഇനി ആരോടും താഴ്ത്താൻ പാടില്ല, സഹായം തരാൻ പാടില്ല. ആരെങ്കിലും അഹീസൂനി അല്ലെങ്കിലോ അയനൂനി എന്നൊക്കെ പറഞ്ഞു വന്നാൽ തഫ്സീറിലോ റസൂലുള്ളാഹിന്റെ തഫ്സീറിലോ വിശദീകരണത്തിലോ ഇവരോട് ജിന്നുകളോടോ ശൈത്താനോടോ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ നാളിതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇബ്ലീസിനെയും ശൈത്താനെയും ശത്രുവായി കാണാത്തവരാണ്. അള്ളാഹനെ മാത്രം ആരാധിക്കാൻ അള്ളാഹ്ക്കെന്താ മരുഭൂമിയിൽ സഹായിക്കണമെങ്കിൽ അള്ള കഴിഞ്ഞുപോയോ? എന്താ വിചാരിച്ചതിനെ പറ്റി? അള്ള കഴിഞ്ഞോ? ക്ഷീണിച്ചോ? മരുഭൂമിയിലെത്തിയ ജിന്നിനോട് നാളിതുവരെ നെഞ്ചിൽ കൈവച്ച് പറയണം അള്ളാന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ. അവൻ അള്ളാഹുമായി പാട്ടപൊരുത്തിയവരായിരിക്കുന്നു നിങ്ങൾ. ഇപ്പൊ നമ്മൾ പോയി പറയുന്നുണ്ട് ജിന്നിനോട് ഒഴിഞ്ഞ സ്ഥലത്തും താഴ്ത്താൻ
എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ എന്തിനാണ് അതാപ്പെട്ട കാലം. SLRC എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഖുർആൻ പഠിക്കുന്ന ഒരു കേന്ദ്രമല്ല എന്നുള്ളതൊക്കെ കുറെ മനുഷ്യന്മാരിൽ പോയിരുന്നു. ഇയാളുടെ ഇപ്പോഴത്തെ ഈ കക്ഷിത്വവും ഈ കള്ളപ്രചരണവും കാരണം SLRC എത്തുന്ന ആളുകൾക്ക് വെറുക്കുന്ന അവസ്ഥയിലെത്തി. ഇയാൾ പച്ചക്ക് പറയും റമദാൻ മാസത്തിലെ ക്ലാസ്സാ, മരുഭൂമിയിൽ എന്താ അള്ളാഹ്ക്ക് സഹായിക്കാൻ കഴിയൂലേ, അള്ള കൊയങ്ങിയോ? അപ്പൊ മരുഭൂമിയിൽ നമുക്ക് ഇയാൾ ആയത്തുക അള്ളാഹ് അടിമക്ക് അള്ള പോരെ, മരുഭൂമിയിൽ അള്ള പോരെ, കടലിൽ അള്ള പോരെ. ഇക്കഴിഞ്ഞ KJയുടെ പേരിലൂടെ വന്ന ഈ കോക്കസിന്റെ വിശദീകരണം കോഴിക്കോട് വന്നപ്പോ ഈ കാക്കെന്താ പറഞ്ഞെന്നറിയോ? ബദറിൽ പോയപ്പോ മരുഭൂമിയല്ലേ, വിജനല്ലേ, അള്ളാന്റെ റസൂല് ജിന്നിനെ വിളിച്ചോ നമ്മളോട് ചോദിക്കുക. നബിയും 313 സഹാബികളും അപ്പുറത്ത് 1000ഓളം മുശ്രിക്കീങ്ങളും, പിന്നെ വിജനാകുമോ? ജനമില്ലാത്തതല്ല. അപ്പൊ ഈ കാക്കൊക്കെ നമ്മൾ വിമർശിക്കണമെന്നേ ഉള്ളൂ. നമ്മളെന്നിട്ട് വിമർശിക്കാൻ എന്തും പറയാ. കുറെ പാവപ്പെട്ട ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ വല്ല ഖുർആന്റെ ആയത്തും പഠിഞ്ഞെങ്കിൽ ഇയാളെ പഠിപ്പിക്കുന്ന ശൈലിയും കണ്ടു പോയി മടുത്തുപോയി ആളുകൾക്ക്. പച്ചയായ ശിർക്കല്ലേ ആരോപിക്കുന്നത്? അയാൾ എന്തിനു പറയണം? നമ്മളെ പ്രസിഡന്റ് തന്നെ പറഞ്ഞതെന്താ ശരിയെന്നറിയോ? ഒളി കേന്ദ്രങ്ങളിലൂടെയും പാതിരാവുകളിലൂടെയും ഗൂഢപ്രവർത്തനം നടത്തി ഈ ആശയം നമ്മൾ പ്രചരിപ്പിക്കുന്നു എന്നാണ്. കേട്ടോളി. അപമാനിക്കപ്പെടുന്നു. മുജാഹിദുകളെ സംബന്ധിച്ച് ഇവർ ഈ നാട്ടിൽ മുഴുവൻ വാർത്ത വരുന്നു. അവർ ജിന്നിനോട് സഹായം തേടുന്നു, ജിന്ന് കൂടുന്നു, അടിച്ചെടുക്കുന്നു. ഒരുപാട് മന്ത്രവാദികളെ സംബന്ധിച്ച് നാം കേൾക്കുന്നു. അപമാനകരമായ ഒറ്റധികം വാർത്തകൾ കൊണ്ട് വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലുള്ളത്. എന്നിട്ടും ചിലരെങ്കിലും എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഇവിടെ എന്താണ് ഉണ്ടായത്? ആരാണ് അവർ പറഞ്ഞത്? ആരാണ് ഈ വാദത്തിന്റെ ആളുകൾ? വളരെ നിസ്സാരമായി ഇതിനെ പറയുകയും ഇങ്ങനൊരു വിശദീകരണയോടും വെക്കേണ്ട ആവശ്യം എന്താണ്? അതൊന്ന് നിർത്താൻ പറയുമോ? നിർത്തിയാൽ എന്താണ് സംഭവിച്ചത്? ഇടക്കാലത്ത് ഈ വാദങ്ങളെ ശക്തമായി വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ അത് ഈ ആളുകളെ ബോധ്യപ്പെടുത്താൻ, ഇതിന്റെ വേരുകൾ അന്വേഷിച്ച് ആ വേരുകൾ മുറിച്ചു കളയാൻ, ഇതിനെ സ്വകാര്യമായി പാതിരാത്രികളിലും ഒളിക്കേന്ദ്രങ്ങളിലും വെച്ച് ഈ വികലമായ ആശയം, തൗഹീദിൽ ശിർക്കിലേക്ക് പോകുന്ന ഈ ആശയം, ആ ആശയം സ്വകാര്യമായി പഠിപ്പിക്കപ്പെടുമ്പോൾ അത് വേദനിച്ച് അതിന്റെ ആളുകളെ വിളിച്ചു വരുത്തി അവരുമായി ബുദ്ധിപരമായ വൈജ്ഞാനികമായ സംവാദങ്ങളിൽ ഏർപ്പെട്ട് തെറ്റ് തിരുത്താൻ ഒട്ടേറെ സന്ദർഭങ്ങളും അവസരങ്ങളും ഉണ്ടാക്കുകയും അതിനെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയും ചെയ്യുകയായിരുന്നു മുജാഹിദ് കേരളം. കണ്ടോ? ഒളി കേന്ദ്രങ്ങളിലൂടെയും പാതിരാവുകളിലൂടെയും ജിന്നുകളെ വിളിച്ച് സഹായം തേടാമെന്ന് നമ്മൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ആരാ പറയുന്നത്? ഏതെങ്കിലും ലോക്കൽ പ്രവർത്തകനല്ല. ഈ പ്രസ്ഥാനത്തിലെ 1ാം പൗരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാന പ്രസിഡന്റാ പറയുന്നത്. പിന്നെ ആളുകളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരാണ് ഇവിടെ ഒളി കേന്ദ്രം നടത്തുന്നത്? TP വ്യക്തമാക്കണം. ആരാണ് ഇവിടെ പാതിരാവുകളിൽ ക്ലാസ് എടുക്കുന്നത്? ആളുകളെ വിളിച്ചുകൂട്ടി. അപ്പൊ പഴയ വളണ്ടിയർ കോഡ് പോലൊരു വളണ്ടിയർ കോഡ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഈ പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ പറ്റി പച്ചക്ക് ദുരാരോപണം നടത്താൻ ഇദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു? എന്ത് പറ്റിപ്പോയി മനുഷ്യന്? ഇത് മുജാഹിദ് പ്രവർത്തകരെ പറ്റിയാണല്ലോ ഈ പറഞ്ഞത്, സമസ്തക്കാരെ പറ്റി, ജമാഅത്തെ ഇസ്ലാമിക്കാരെ പറ്റിയുമല്ല. എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിന് ഉന്നയിക്കാൻ സാധിക്കോ? TPയുടെ പ്രസംഗം ഫുൾ ക്ലിപ്പാണ്. ഇപ്പോ തിരുവനന്തപുരത്ത് പോയി നോക്കുമ്പോൾ മുഴുവൻ ക്ലിപ്പാ. ഈ ജാതി ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത തരം താഴ്ന്ന 7ാംകിട ദുരാരോപണങ്ങൾ മുജാഹിദ് പ്രവർത്തകരെ പറ്റി പറയാം. ആളെ പിടിച്ചു നിർത്താൻ കൂടെയുള്ളവർ വിശ്വസിക്കാൻ വേണ്ടി ഇല്ലാത്ത കളവുകൾ പറയുക. ഒരു കളവ് ഒരുപാട് ആളുകൾ പറയുമ്പോൾ കുറച്ചൊക്കെ ആളുകൾ വിശ്വസിക്കും എന്നാണല്ലോ പ്രമാണം. ആ ഒരു ഗീബൽസിയ തത്വമനുസരിച്ചുള്ള ശിർക്കാരോപണമാണ് സുഹൃത്തുക്കളെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഈ ശിർക്കാരോപണത്തിന്റെ വസ്തുത എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ. നമ്മുടെ പഴയ വിശദീകരണങ്ങളുടെ CD-കൾ പുറത്തു ലഭ്യമാണ്, അത് നിങ്ങൾ വാങ്ങണം. സലഫി പ്രവർത്തകരോട് സ്നേഹപൂർവം എന്ന പുസ്തകവും ശിർക്കാരോപകരോട് എനിക്ക് പറയാനുള്ളത് എന്ന ഒരു നോട്ടീസും, പിന്നെ ഇന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനവും പുതിയ വിവാദങ്ങളും എന്ന ഈ 5 രൂപയുടെ പുസ്തകവും നിങ്ങൾ വാങ്ങണം, വായിക്കണം.
നിങ്ങളത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. മറ്റൊരു കാര്യം, നാളെ കോഴിക്കോട് വെച്ച് അഹ്സനിമാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മൾ ആദർശ വിശദീകരണ യോഗം നടത്തുന്നുണ്ട്. ടാഗോർ ഹാളിൽ വെച്ചാണ് 4:30 മണിക്ക് ആരംഭിക്കും. എല്ലാവരും ആ യോഗം നല്ല വിജയകരമാക്കി തീർക്കുന്നതിനു വേണ്ടി അവിടെ എത്തിച്ചേരണം, ആളുകൾ അവിടെ എത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖുബൂരികൾ ഈ ബഹളത്തിനിടയിൽ ചുളുവിൽ രക്ഷപ്പെടാൻ നോക്കുകയാണ്. അവരെ ശിർക്ക് പ്രചാരണത്തിന് ശക്തി കൂട്ടാൻ നോക്കുകയാണ്. ഈ ശുദ്ധീകരണത്തിനിടയിലും ഖുബൂരിസത്തിനെതിരുള്ള നീക്കം നാം മറന്നുപോയിക്കൂടാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ കോഴിക്കോട് നടക്കുന്ന ആദർശ വിശദീകരണം നിങ്ങൾ ഓർക്കണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. പുറമെ നിങ്ങൾ സീഡികൾ വാങ്ങണം, അത് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദുദ്യമങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. അറിവില്ലാതെ തെറ്റിദ്ധരിച്ചവർക്ക് സൽപാന്ത കാണിച്ചു കൊടുക്കുവാൻ ഈ വിശദീകരണ യോഗം ഉപകരിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന്റെ മുകളിൽ നമസ്കരിക്കാനുള്ള ഒരു അല്പ സൗകര്യം ചെയ്തിട്ടുണ്ട്. വുളു എടുക്കാൻ പരിമിതമായ സൗകര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓഡിറ്റോറിയത്തിന്റെ പരിസരത്തൊക്കെ പള്ളികളുണ്ട്. പരമാവധി ആളുകൾ അങ്ങോട്ട് പോകാം. അല്പം ആളുകൾക്ക് ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل. يا من ويرى مناط عروقها في نحرها السلام عليكم ورحمة الله وبركاته. ഏതൊരു മത രാഷ്ട്രീയ സമൂഹത്തിനും അവരുടെ ആദർശം പ്രബോധനം ചെയ്യാൻ, അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത സംഘടനയേത് അല്ലെ. സമസ്തക്കാര് പറയുന്നതൊക്കെ കേരളത്തിലെ മുജാഹിദ് ഇഷ്ട അല്ലല്ലോ. സമസ്തയിലെ പ്രബോധനം എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരാണ്, പൂർണ്ണമായി ഇസ്ലാമിനെതിരാണ്. സമസ്തയുടെ വിശ്വാസം ഇസ്ലാമിനെതിരാണ്, കർമ്മങ്ങൾ ഇസ്ലാമിനെതിരാണ്, ജീവിത രീതികൾ ഇസ്ലാമിനെതിരാണ്, അവരുടെ പഠിപ്പിക്കൽ സിലബസ് ഇസ്ലാമിനെതിരാണ്, അവർ റോഡിൽ പ്രസംഗിക്കുന്ന ഇസ്ലാമിനെതിരാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളാരും എതിർക്കാറില്ല. എന്തുകൊണ്ട്? അത് അവർക്ക് ഈ ഭരണഘടന നൽകിയ സ്വാതന്ത്ര്യമാണ് എന്നതുകൊണ്ട്. അതറിയാത്ത ഒരേ ഒരു വിഭാഗം സമസ്തക്കാര്. ഏത്? ഞങ്ങളുടെ ഇന്നലെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, തിരൂർ BP അങ്ങാടി കണ്ടു. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ചെക്കന്മാര് വന്നു. അവിടെ പറ്റൂല. അതെന്താ പറ്റാണ്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ? നാടിനെ, കേരളത്തിന് സമസ്തയുടെ തറവാട്ട് വകയാകുന്നു കേരളം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ചട്ടം വിത്തരം, അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലേ. കയ്യും കാലും ഒക്കെ എല്ലാവർക്കും പറ്റും. ഞാൻ ഇടിച്ചാലും നിങ്ങളെ മൂക്ക് പൊട്ടു, നിങ്ങൾ ഇടിച്ചാൽ തന്റെ മൂക്ക് പൊട്ടു. അതൊക്കെ ഒരു നല്ല പരിപാടിയാണ് അല്ല. അപ്പൊ അവര് ചോദിച്ചു, ഇവിടുത്തെ വേറെ ആർക്കും എതിരെ അഭിപ്രായമില്ല, എല്ലാ പ്രബല സംഘടനകളും മുജാഹിദുകളും പ്രസംഗിക്കണം എന്ന് പറയുന്നത്. എല്ലാരും പ്രസംഗിക്കാറ്, നിങ്ങളും പ്രസംഗിക്കാറുണ്ട്. അതെന്താ പറ്റൂല എന്ന് പറയും? നിങ്ങളാരെവിടെ? ഈ ഒരു സമീപന രീതി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാനം എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു? ഇത് പ്രവാചകന്മാരുടെ തായ്വഴിയായതുകൊണ്ട്. അതാണ് ഇന്നൊരു മറുപടി. ഇതൊക്കെ പറഞ്ഞാലും സുന്നികളെ ആക്രമിക്കൂലേ? ആക്രമിക്കണം. എന്തുകൊണ്ട്? ഒരു പ്രവാചകന്റെ ശത്രുപക്ഷത്തിൽ ചേർന്നവര്
അബൂജഹലിന്റെ മില്ലത്തിലോ ഫിറൗനിന്റെ മില്ലത്തിലോ അതുപോലെ അഹ്മാന്റെ മില്ലത്തിലോ ഒക്കെ ചേർന്ന ആളുകളൊക്കെ ചെയ്യണം. മുജാഹിദ് പ്രസ്ഥാനം മാത്രം മുസ്ലിങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നതും മർദ്ദിക്കപ്പെടുന്നതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പ്രസ്ഥാനം സത്യത്തിന്റെ പ്രസ്ഥാനമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പാകെ എ.പി. അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഭൗതിക ലോകത്തെ സമസ്തക്കാർക്ക് ബോധ്യപ്പെട്ടു. മദ്രസ മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ശക്തമായി എതിർപ്പായിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ മദ്രസയുള്ള പ്രസ്ഥാനം ഏതാ? ഇരു സമസ്തകളും വാശിയാണ്, എണ്ണത്തിന്റെ പേരിൽ വാശിയാണ്. എന്താ അവർക്ക് എന്നെ മനസ്സിലായി? മദ്രസയിൽ ടീച്ചിങ് നടത്തി ശമ്പളം വാങ്ങുന്ന മുസ്ലിയാക്കന്മാർക്ക് ഉള്ളിന്റെ ഉള്ളിൽ മുജാഹിദുകളുടെ സ്നേഹ. അങ്ങാടിയിൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഉസ്താദിനോട് മുജാഹിദ് തരാൻ പറഞ്ഞ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ഉള്ളിനുള്ളിൽ എടോ എന്റെ പൂർവികന്മാര് വാദിച്ചിട്ടാ ഇന്ന് എനിക്കൊരു മദ്രസയിലെങ്കിലും ജോലി കിട്ടി, ഇല്ല എന്റെ ജീവിതം എന്താ ചെയ്യുന്നു? പള്ളി ദർസ് ചൊറിഞ്ഞു തിരിഞ്ഞ് കിതാബ് എനിക്ക് മദ്രസ ടീച്ചിങ് കൂടി ഇല്ലെങ്കിൽ ഇന്റെയൊക്കെ ജീവിതം എന്താ ചെയ്യുന്നു? അതുകൊണ്ട് നിങ്ങളെ പൂർവികന്മാര് വാദിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് മദ്രസയിലെ ടീച്ചർമാരാകാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ ഒരു സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ ആർക്കുണ്ട്? അവർക്കുണ്ട്. മുജാഹിദ് പ്രസ്ഥാന സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്തൊരു കാര്യമാണ് ഈ സമൂഹത്തിന്റെ മുമ്പാകെ മുജാഹിദ് പ്രസ്ഥാനം വെച്ചിട്ടുണ്ടോ അത് ഈ സമുദായം സ്വീകരിക്കും. പക്ഷേ തൗഹീദിന്റെ കാര്യം അതെന്താ? അതിന്റെ റിസൾട്ട് ദുനിയാവ് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാവും. മാത്രമല്ല വിശ്വസിക്കുന്നതെന്തോ അതിന്റെ അനുകൂലമായ റിസൾട്ടാണ് ദുനിയാവിൽ. ദർഗാവ് എന്ന സ്ഥലത്ത് എന്നാൽ അവൻ വിശ്വസിച്ചവന് ലോകം മാറുന്നു. അത് അവൻ മനസ്സിലാക്കുന്നുണ്ട് അത് ശരിയാണെന്നുള്ളതിന്റെ അടയാളാണ്. അത് ശരിയാണെന്നുള്ളതിന്റെ അടയാളമല്ല. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൽ നിസായിലെ 115-ാമത്തെ വാചകം. എന്താ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും? ഹിദായത്ത് വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരായി പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, പിന്നെയോ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുന്ന ആളുകള്, സഹാബികള്, അതാണ് ഇവിടെ മുഅ്മിനുകൾ എന്ന് പറയുന്നത്. ആ സഹാബികൾ കാണിക്കാത്ത മാതൃക, ആ സഹാബികൾ ശീലിച്ചിട്ടില്ലാത്ത വഴി, ആ വഴി സ്വീകരിക്കുന്ന ആളുകൾ, അവരെ പറ്റി അള്ളാഹു പറഞ്ഞ എന്താ? നുവല്ലിഹി മാത്രമല്ല തിരിഞ്ഞെടുത്തേക്ക് നാം അവരെ തിരിച്ചുവിടും എന്ന് പറഞ്ഞാൽ കുട്ടിനെ കിട്ടും തിറകെ പോയാൽ നരകെ കുട്ടിനെ കൊടുക്കും. പക്ഷേ വനുസ്ലിഹി ജഹന്നം, നരകത്തിലേക്കാണ് വരവ്. ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഉണ്ടാവുമോ? ഒരാൾക്ക് പോക്കറ്റ് അടിച്ചിട്ട് നല്ല പണം ഉണ്ടാക്കാൻ കഴിയും. അതിന്റെ അർത്ഥം നല്ലതാണ്. ആരും പിടിക്കണില്ല, പോക്കറ്റടി ആരും പിടിക്കണില്ല, മാസം കൊണ്ട് കോടീശ്വരനാകാം. അപ്പൊ ഒരാൾ പറയാം പോക്കറ്റടി നല്ല പരിപാടിയാണ്, കാരണം അത് ഭയങ്കര റിസൾട്ടാണ്. നല്ല പുതുസല്ല കിട്ടും, ഒരു അധ്വാനം കൊണ്ട് ഒരു മിനിറ്റ് അല്ലെ, ചെറുതായിട്ടുള്ള ട്രെയിനിങ്, പിന്നെ പോലീസുകാർക്ക് ഒരു കൈമടക്ക്. അന്തസൈ നാട്ടിലെ എന്തിനും സുഖമാണ് പോലീസുകാർക്ക് ഒരു കൈമടക്ക് കൊടുത്താൽ അല്ലെ. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പോക്കറ്റടിയില് നല്ല ലാഭം ഉണ്ടാകുക, അതുകൊണ്ട് നല്ലതാണ് അല്ല. കൊള്ളയും കൊലയും അതിലൊക്കെ കുറെ റിസൾട്ട് ഉണ്ടാവും. വാടക ഉണ്ടെങ്കിൽ 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ കിട്ടും എല്ലാവരെയും നിന്നും, നാട്ടുപ്രമാണിയിൽ നിന്നും, അതുപോലെ നേതാക്കന്മാരിൽ നിന്നും, രാഷ്ട്രീയക്കാരിൽ നിന്നും ഒക്കെ കിട്ടും അല്ലേ. അതുകൊണ്ട് നല്ല ഏർപ്പാടാണ് അല്ല. ഇസ്ലാം പഠിപ്പിച്ചോ ഇല്ലേ, ഒന്നൊന്ന് ഫലം ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ എന്നതൊന്നുമില്ല. ചില ആളുകൾക്ക് കള്ളു കുടിച്ചാലേ പണിയെടുക്കാൻ കഴിയും. അതിന്റെ അർത്ഥം ഭാസ്കറിന് പണിയെടുക്കണേ കള്ളുടിക്കണം, ഭാസ്കറിന് വണ്ടി ഓടിക്കണേ കള്ളുടിക്കണം, ദേവദാസിന് കള്ളുടിച്ചാലേ വണ്ടി ഓടിക്കാൻ പറ്റൂ, മുഹമ്മദിന് കള്ളുടിച്ചാലേ പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റൂ എന്നൊരവസ്ഥ ഉണ്ടായ അപ്പൊ വണ്ടി ഓടിക്കണമെങ്കിൽ കള്ളുടിക്കാം. അപ്പൊ നല്ലതാണോ? അല്ല. ഏതൊന്നിനും ഫലം ഉണ്ടോ എന്നല്ല ഒരു കാര്യം, നല്ലതാണോ അല്ലേന്ന് തീരുമാനിക്കണം. അല്ല അല്ല ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ കിട്ടണം അതേ സുഖം വ്യഭിചരിച്ചാലും കിട്ടണേ, അതുകൊണ്ട് നല്ലതാണ്. ഒക്കെ ഒരേ ഏർപ്പാടാണ് അല്ല. ഒന്ന് വ്യഭിചാരമാണ്, ഒന്ന് അനുവദനീയമല്ല, ഒന്ന് അനുവദനീയമാണ്. ദർഗയിൽ പോയാൽ കുട്ടികളെ കിട്ടും എന്നതല്ല ആ കാര്യം ശരിയാണ് എന്നതിന്റെ തെളിവ് അല്ല. ക്രിസ്ത്യാനികൾക്ക് മറൈൻ ഡ്രൈവില് ചർച്ചിൽ എന്നാൽ 60 ദിവസത്തിലെ ഇടയ്ക്ക് വരുന്ന ചൊവ്വാഴ്ചകളിൽ അവിടെ ഒരു പൂജ നടത്തിയ കല്യാണം നടക്കും, ഉറപ്പാ. എല്ലാ പെൺകുട്ടികളും നടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അതാ ശരിയെന്നാ? നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ക്രിസ്ത്യാനികളായ മതി. കല്യാണം നടക്കുന്നുണ്ട്, അവിടെ നടക്കുന്നുണ്ട്. വേളാങ്കണ്ണിയിൽ പോയാൽ പോയി കിട്ടും, വിശാരിക്കാവിൽ ചെന്നത് കിട്ടും. ഓടക്കാടിയിൽ കൊടങ്ക വീഴ്ത്തിയാല് ആർക്കെതിരെയാണോ കൊടങ്ക വീഴ്ത്തിയത് അയാൾ ഡൗൺ ആവും, ഉറപ്പാ. അതിന്റെ അർത്ഥം അത് അനുവദനീയമാണ്, നല്ലതാണെന്ന് അതിനർത്ഥമില്ല.
ഒരു സുന്നിക്ക് ദർഗെ പോയ കുട്ടി ഉണ്ടായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നു. വടക്കാഞ്ചേരിയിലെ അഹമ്മദാജി, ചേനരയിലെ അബൂബക്കറാജി എന്നു കുട്ടികളെ കിട്ടി. അതിന്റെ അർത്ഥം ഗുരുവായൂർ ഷെയ്ഖ് ഭയങ്കര ഷെയ്ഖാണ് അല്ല, ഗുരുവായൂരപ്പം മുന്തിയ ഔലിയാന്ന് അല്ല. ഹജ്ജിന് പോയി എല്ലാ ഔലിയാക്കന്മാരോടും പറഞ്ഞു നോക്കി, എല്ലാ അമ്പിയാക്കന്മാരോടും പറഞ്ഞു നോക്കി, കുട്ടികളെ കിട്ടിയില്ല. അവസാനം ഗുരുവായൂർ ഔലിയനോട് പറഞ്ഞു കുട്ടികളെ കിട്ടി. അങ്ങനെയാണോ? ഒരാൾക്ക് ഗുരുവായൂർ പോയി എന്ന് നോക്കി. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നട പയ്യന്നൂര്, അവിടെ ജസീറ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇരട്ട തുലാഭാണ് മകൾക്ക് ബഷീർ. അപ്പൊ എന്തുണ്ടായി? കുട്ടിക്ക് രോഗം മാറി. അതിന്റെ അർത്ഥം നമുക്കൊക്കെ അവിടെ പോയിട്ട് രോഗം മാറ്റാൻ അവിടെ പൂജ നടത്താണ് അല്ല. ഒന്നെന്ന് ഫലം ഉണ്ടാകണേ എന്നതല്ല ഒരു കാര്യം ഇസ്ലാമാകാനുള്ള മാനദണ്ഡം അല്ല. പലിശ കൊടുത്താൽ ചിലപ്പോൾ ലാഭം ഉണ്ടാകാം. എല്ലാവരും ഡൗണായി പോയി വരില്ല. 1000 രൂപ കൊടുത്താൽ 1100 വാങ്ങാം, 10,000 കൊടുത്താൽ 11,000 വാങ്ങാം, 1 ലക്ഷം കൊടുത്താൽ അതിന് ഇരട്ടി വാങ്ങാം. അതൊക്കെ നല്ലതാണ് എന്നതല്ല ഇസ്ലാമിന്റെ. ഇസ്ലാം ഒരു കാര്യം വിലക്കിയാൽ ആ കാര്യം അതിൽ ഫലമുണ്ടോ ഇല്ലേ, അതിൽ നന്മയുണ്ടോ ഇല്ലേ, എന്താ അത് അങ്ങനെ മുടക്കിയത്, അതൊന്നും ഇസ്ലാമിൽ നോട്ടില്ല. അള്ളാഹ് വിലക്കിയാ വിലക്കിയത്. റസൂല് പറഞ്ഞാൽ അത് അതേപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആ വിഷയത്തിലുള്ള മാനദണ്ഡം. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒന്നിന്റെ ഫലമുണ്ടോ ഇല്ലേ, ആള് കാണോ ഇല്ലേ, കേൾക്കോ ഇല്ലേ, ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. അമ്പിയാക്കൾ കേൾക്കുവോ, നമുക്ക് ചർച്ചല്ല. ഔലിയാക്കൾ കേൾക്കോ? ഈശോയെ കബറിൽ കൊണ്ടുപോയി വെച്ചാല് ആളുകൾ പറയുന്നത് 7 അടി ഇങ്ങോട്ട് വെക്കുമ്പോഴേക്ക് മയ്യത്ത് കേൾക്കൂലേ? ആ കേൾക്കും. ജി വിളിച്ചിട്ട് കേട്ടതാ അല്ല, മലക്ക് വിളിച്ചിട്ട് കേട്ടാ. ജി മലക്ക അല്ല, പിന്നെന്താ എന്താ പ്രശ്നം? 7 അടി നീ ഇങ്ങോട്ട് എന്നിട്ട് വിളിച്ചിട്ട് ബഷീർക്ക കേൾക്കുന്നുണ്ടോ? എന്നാ നമുക്ക് അറിയുന്നത് ഞാൻ വിളിച്ചാൽ എന്റെ വാപ്പ കേൾക്കും, ഔലിയ കേൾക്കും. മലക്ക വിളിച്ചത്, ഇജ്ജ വിളിച്ചത് അല്ല, ഇജ്ജ് മലക്ക അല്ല, സമസ്തക്കാരൻ മലക്ക അല്ല. പിന്നെന്താ ഒരാ ചോദ്യം? മലക്ക് വിളിച്ചപ്പോഴാ കേട്ടത് അല്ലെ, മനുഷ്യൻ വിളിച്ചപ്പോ കേട്ടോ? അങ്ങനെ റസൂല് പറഞ്ഞോ? നിങ്ങളുടെ 7 ഇങ്ങോട്ട് വെച്ചാൽ മലക്ക് അയാളെ എടുത്ത് വരും. മലക്ക് വരും എന്ന് പറഞ്ഞ ഉള്ളാനന്ദങ്ങൾ വരുന്ന, ഓമാനുഷ്ഠതാക്കൾ വരുന്ന, മൊയ്തീൻ ഷെയ്ഖ് വരുന്ന അല്ല. പിന്നെ മലക്ക്, നിങ്ങൾ മലക്ക അല്ല. മലക്കിനെ ആരാ പറഞ്ഞേക്കണേ? അല്ലാഹ് അല്ലെ. ആ ഒരു പ്രത്യേകമായ സാഹചര്യം. ആ ഹദീസ് റസൂൽ ആദ്യമായി പഠിപ്പിച്ചു കൊടുത്തത് ആരെയാ? സഹാബികളെ അല്ലെ. ആ സഹാബികളിൽ ആരെങ്കിലും ഇത് മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ഹദീസ് റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട ഏതെങ്കിലും ഒരു സഹാബി മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ ഹദീസ് തെളിവാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. ഇല്ല. എന്നാലേ അവരാരും മനസ്സിലാക്കാത്ത ഒരു പുതിയ ചിന്തയും ബുദ്ധിയൊന്നും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണം. മനസ്സിലായോ? അവരെന്താണോ അതിൽ മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കുക. അതിനാണ് മുഅ്മിനുകളുടെ മാർഗം എന്ന് പറയുന്നത്. അതാണ് സലഫി മനഹജ്. അവര് പറഞ്ഞ പോലെ, അവര് വിശ്വസിച്ച പോലെ, അവര് കാണിച്ച പോലെ, അവര് ചിന്തിച്ച പോലെ ഈ മാർഗം മുജാഹിദ് പ്രസ്ഥാനം അതിൽ നിന്ന് 1 ഇഞ്ചും തട്ടിയിട്ടില്ല. തെളിയിക്കാനും സാധ്യമല്ല. ഒരു കാലത്ത് ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പടച്ചതമ്പുരാനെ കുറിച്ചുള്ള അവരുടെ വിശ്വാസത്തിൽ ഒരഭാഗത്തെയും സംഭവിച്ചിട്ടില്ല. ആളുകൾ പറയും അള്ളാഹ്ക്ക് കയ്യുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്, അള്ളാഹ് ഇറങ്ങുന്നുണ്ട്, അള്ളാഹ് കേറുന്നുണ്ട് എന്നൊക്കെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസം. മുജാഹിദുകൾ എങ്ങനെ പറയുന്നേ? ശരി, അങ്ങനെ ഉണ്ടോ എന്ന് ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും പരിശോധിക്കാലോ അല്ലേ? ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും പരിശോധിക്കാമല്ലോ. മുജാഹിദുകളുടെ അള്ളാഹ് കയ്യുള്ള അള്ളാഹ്, മുജാഹിദുകളുടെ അള്ളാഹ് കാലുള്ള അള്ളാഹ്, മുജാഹിദുകളുടെ അള്ളാഹ് ചന്തിയുള്ള അള്ളാഹ് എന്നൊക്കെയാണ് മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കണേ. സാധാരണ ശരി, സമസ്തക്കാരുടെ അർത്ഥം എന്താ? മുജാഹിദുകളുടെ അള്ളാഹ് അങ്ങനെ. നിങ്ങളുടെ വാദപ്രകാരം നിങ്ങളെ അള്ളയോ കയ്യുണ്ടോ? ഇല്ല. കാലുണ്ടോ? ഇല്ല. തല ഉണ്ടോ? ഇല്ല. ഉടലുണ്ടോ? ഇല്ല. ചന്തി ഉണ്ടോ? ഇല്ല. വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എന്തൊരല്ലേ ഞങ്ങളല്ല? പിന്നെ എന്താ ഞങ്ങളല്ല? അള്ളാഹിനെ പറ്റി ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ഹദീസ് കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് ദീനിലില്ലാത്തതാണ് അതിന്റെ അർത്ഥമുണ്ടോ? സമസ്തക്കാര് ഖുർആനും ഹദീസ് കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ല എന്നതുകൊണ്ട് അതില്ല എന്നതിന് അർത്ഥമില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇർഹമോ മൻഫില്ലർലി ഇർഹമക്കും മൻഫിസ്സമാ, എല്ലാരും ഉദ്ധരിക്കുന്ന ഹദീസാണല്ലോ. അല്ല, എന്താ ഇതിനർത്ഥം? ഇർഹമോ മൻഫില്ലർലി ഇർഹമക്കും മൻഫിസ്സമാ,
ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുക. എങ്ങനെ? ഈ ഹദീസ് ദുർബലമാണോ? അല്ല. ഇല്ലാത്തതാണോ? അല്ല. റസൂല് പറയാത്തതാണോ? അല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ, ഇർഹമൂ മൻ ഫിൽ അർളി ഇർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇർഹമൂ മൻ ഫിൽ അർളി ഇർഹമുകും മൻ ഫിസ് സമാ അഅമിൻതും മൻ ഫിസ് സമാ. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരടിമ സ്ത്രീയെ, അയാളുടെ യജമാനൻ, ആ അടിമ സ്ത്രീയുടെ യജമാനെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു. നബിയുടെ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളെ കൊണ്ടുപോവാൻ. 2 ചോദ്യങ്ങൾ നമുക്ക് അവളോട് ചോദിക്കാം. 2 ചോദ്യങ്ങൾ ചോദിക്കാം. ആ 2 ചോദ്യങ്ങളിൽ ഒന്ന് എന്താണ്? അയിനല്ലാ. ഒരു പെണ്ണിനോട്, ഒരു അടിമ സ്ത്രീയോട് റസൂല് ചോദിക്കുകയാണെന്ത്? അയിനല്ലാ, അല്ല എവിടെ? അല്ലെ? അൽമനാറിന്റെ 2005 ഒരു അൽമനാറ് എടുത്തിട്ട് അയിനല്ലാ എന്ന റസൂലിന്റെ ചോദ്യത്തിന്റെ മലയാളം അല്ലാഹു എവിടെ? അതിങ്ങനെ പറഞ്ഞിട്ട് പേരോട് പറയണമെങ്കിൽ മുജാഹിദുകളുടെ അല്ലാഹുവിനെ കാണാനില്ല, അതുകൊണ്ട് ബന്ധപ്പെട്ടവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. എന്തൊരു പരിഹാസം! നിങ്ങൾ ആലോചിക്കണം, അത് റസൂലിന്റെ വചന. റസൂല് ചോദിച്ച ചോദ്യമാണത്. അയിനല്ലാ. അപ്പൊ റസൂലിന്റെ അല്ലാഹുവിനെ കാണാനില്ല. റസൂലിനെ പുച്ഛിക്കാൻ, ഇസ്ലാമിനെ പരിഹസിക്കാൻ സമസ്താലയം എന്ന ഒരു ആലയം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. റസൂലുള്ള അടിമ സ്ത്രീയോട് ചോദിക്കണെന്ത്? അയിനല്ലാ, അല്ല എവിടെ? അപ്പോ ആ പെൺകുട്ടി, ആ അടിമ സ്ത്രീ മറുപടി പറയാനെന്ത്? ഫിസ്സമാ, ആകാശത്തിലേക്ക് വിരല് ചൂണ്ടി, ഫിസ്സമാ, ഉപരിലോകത്ത്, ആകാശത്തിൽ എന്ന് അവര് മറുപടി പറഞ്ഞു. അല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. ഇവിടെ 2ാമതൊരു ചോദ്യം കൂടെ ചോദിച്ചു. മന്നന, ഞാനാരാണ്? അപ്പൊ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലാണ്. ഈ 2 മറുപടി കേട്ടപ്പോ റസൂൽ എന്ന് പറഞ്ഞ എന്തറിയോ? ഫഇന്നഹാ മുഅ്മിന, ആ സ്ത്രീ സത്യവിശ്വാസിനിയാണ് എന്ന. ഇന്നോ ആമിനത്താത്തെ, ആയിഷത്താത്തെ എന്ന് വിളിച്ചിട്ടൊരു സമസ്തക്കാരൻ ചോദിക്കുക, അയിനല്ലാ ഫിസ്സമാ. കണ്ടോ കാപ്രിച്ചി വഹാബിച്ചി എന്നാണ് മുസ്ലിയാക്കന്മാർ ഇങ്ങനത്തെ ദീന് തിരിയാൻ ഞങ്ങൾ എന്താക്കാനാണ്? ഇങ്ങനൊരു സംഭവം ഹദീസിൽ വന്നിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവര് അത് പറയട്ടെ. ഇങ്ങനൊരു സംഭവം ഹദീസിലില്ല. ധൈര്യമുണ്ടോ? പറഞ്ഞോളൂ. ഹദീസിൽ ഇങ്ങനൊരു സംഭവമില്ല. അയിനല്ലാ എന്ന റസൂലിന്റെ ചോദ്യം. അതിനാ സ്ത്രീയുടെ മറുപടി ഇസ്സമാ. ഇങ്ങനെ റസൂൽ എന്താ പറയുന്നത്? അങ്ങനെ വിശ്വസിച്ചാലേ മുഅ്മിനാവുള്ളൂ, അങ്ങനെ വിശ്വസിച്ചാലേ മുഅ്മിനത്താകുള്ളൂ. ഇത് ഹദീസിൽ നിന്ന് പഠിച്ച ഞങ്ങൾ എന്തു വേണം? മൂടി വെക്കണോ? അങ്ങനെ തന്നെ വിശ്വസിക്കണം. നിങ്ങൾ പറ, സാധാരണക്കാരായ സുന്നികളെ നിങ്ങൾ പറ, അള്ളാന്റെ റസൂൽ ഇങ്ങനെ ഒരു സംഭവമല്ല. നിങ്ങൾ ഉസ്താദുമാർ ഇപ്പൊ ചോദിക്കും, പള്ളിയിലോ പരിസരത്തുണ്ടെങ്കിൽ ചോദിക്കും, ഇങ്ങനെ ഒരു സംഭവം ചെങ്ങായി ഉദ്ധരിക്കണ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞങ്ങളെ കിതാബെന്ന് ഉദ്ധരിക്കും. സുന്നികളെ പ്രസിദ്ധീകരിച്ച റിസാലയെന്ന് ഉദ്ധരിക്കുന്ന ആ സംഭവം, ആ ഹദീസ് ഇങ്ങനെ രേഖപ്പെടുത്തിയത്, സഖാബിമാർ രേഖപ്പെടുത്തിയത്. അപ്പൊ പിന്നെ മുജാഹിദുകൾ പിന്നെ എന്ത് വിശ്വസിക്കണം? അല്ല എവിടെ എന്നൊരു അധ്യായം ഞങ്ങളുടെ ഞങ്ങളുടെ നേരെ കുതിര കയറിയല്ലോ. പിന്നെ ഞങ്ങൾ എന്തുവാ വിശ്വസിക്കേണ്ടത്? പ്രവാചക തിരുമേനി അയിനല്ലാ എന്ന് ചോദിച്ചാ പിന്നെ ആ നബീന്റെ അള്ളാനെ കാണാനില്ല, അടുത്ത പോലീസ് സ്റ്റേഷനിലെ വിവരം തരിക എന്ന് നബീനെ പരിഹസിക്കുകയാണോ വേണ്ടത്? ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കണ്ടാൽ പേരോട് എന്ത് ചെയ്യും? അള്ളാനെ പരിഹസിക്കേ, റസൂലിനെ പരിഹസിക്കേ. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം റിസാല എഴുതിയ ലേഖനം വായിച്ചു നോക്കേ. അല്ലാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്നു. കൽബ് ഗോത്രത്തിലെ അല്ലെ ആടുകളുടെ രോമങ്ങൾ അല്ലെ എത്ര ഉണ്ടോ അത്ര വല്ല പോകുന്ന പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു അവർക്ക്. അല്ലാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങുന്നു. അതിനുണ്ട് സമസ്തക്കാരായ പണ്ഡിതന്മാർക്ക് കമാൻഡ്. അതെപ്പോഴാ കയറിപ്പോവുക? അമേരിക്കയിൽ പകലല്ലേ, രാത്രിയല്ലേ? അപ്പൊ അത് അങ്ങോട്ടും കയറി ഇങ്ങോട്ടും ഇറങ്ങി വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ? അതിന് നിങ്ങൾ വിചാരിച്ചെന്ന സമസ്തക്കാരൻ ഒരു മുസ്ലിയാരെ മാതിരിയാ പടച്ചവന് വെള്ള കുപ്പായം ചുക്കുകയോ കെട്ട് പള്ളയും ചാടി എന്നെ അറാമം തന്ന് ഇങ്ങനെ ജീവിക്കുകയാണെന്നാണ് ആരെ വിചാരോ? സമസ്തക്കാരെ വിചാരം പടച്ചോൻ എന്ന വലിയൊരു കലീൽ തങ്ങൾ ഇങ്ങനെ നല്ല ജുബയോ കെട്ട് തലയെ കെട്ടോ കെട്ടി പള്ളയൊക്കെ ചാടി ഇങ്ങനെ കുത്തിരിക്കുന്ന ഒരാള്.
അങ്ങനെയുള്ള ഒരു പടച്ചോനെ അപ്പൊ അങ്ങനെ വിചാരിച്ച് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിയുന്ന മലിക്കുൽ ജബ്ബാറായ റബ്ബിനെ പരിഹസിക്കുന്ന ഉസ്താദുമാരെ അവരുടെ കരാളാർത്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ മോചിതരാകണം. നിങ്ങൾ യഥാർത്ഥത്തിൽ മോചിതരാകണം. ഹദീസിലും ആയത്തിലും വന്ന അനവധി സംഭവങ്ങളാണ് പടച്ചതമ്പുരാനെ കുറിച്ച് ഇങ്ങനെ വിശ്വസിക്കാൻ. അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ അഖീദാപരമായ ചർച്ചകളിൽ അല്ലാഹു എവിടെ എന്ന ചർച്ച കൃത്യമായി നടന്നിട്ടുണ്ട്. അല്ലാതെ പടച്ചോൻ എല്ലായിടത്തും ഉണ്ട് എന്നാ എങ്ങനെയാ? അല്ലാഹ് എല്ലായിടത്തിലും ഉണ്ട് ആണോ? അങ്ങനെയാ? പടച്ചോൻ എല്ലാ സ്ഥലത്തും. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെന്താ? ആകാശത്തിലേക്ക് ഇങ്ങനെ കയ്യുയർത്തിയാ പ്രാർത്ഥിക്കല്, അല്ലാതെ അങ്ങനെയാ? ഇങ്ങനെ ദുനിയാവിൽ എല്ലായിടത്തും അങ്ങനെയാ? അങ്ങനെയല്ലല്ലോ. നേരെ പടച്ചോനിലേക്ക് കൈ. എന്താ അങ്ങനെ? സമസ്തക്കാരിങ്ങനെ പരിചയമുള്ളൂ. ദർഗയിലേക്ക് എങ്ങനെയാണല്ലോ നമ്മളൊക്കെ എങ്ങനെ? നബിയും സഹാബികളും പ്രവാചകന്മാരൊക്കെ ആകാശത്തിലേക്ക്, അല്ലാഹുവിലേക്ക്. ബദർ യുദ്ധത്തിൽ റസൂലിന്റെ കക്ഷത്തിലെ വെള്ള കണ്ടുവന്നാണ് അല്ലേ? നമ്മളോ സമസ്തക്കാര് ദർഗക്ക് നേരെ ഇങ്ങനെ ഔലിയാക്കളെ കാക്കണേ, അമ്പിയാക്കളെ കാക്കണേ ഇങ്ങനെ. ഇസ്ലാമൊക്കെ ഇങ്ങനെ അല്ലെ? ഈ ഒരു വ്യത്യാസം അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഈ വ്യത്യാസം ജനങ്ങൾക്ക് തുറന്നു പറയുന്നു, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രസംഗം സമസ്തയുടെ 50 കൊല്ലത്തിന്റെ പ്രവൃത്തിയല്ല ഉണ്ടാക്കുക. അതുകൊണ്ടാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരിപാടി നടക്കരുത്, അതുകൊണ്ടാ മുജാഹിദിന്റെ പരിപാടി നടക്കരുത് എന്ന് സമസ്ത തീരുമാനിക്കണം. മനസ്സിലായോ? അവരുടെ സാമ്രാജ്യമാണ് തകരുന്നത്, അവരുടെ കാലുകടിയിലെ മണ്ണാണൊലിച്ചു പോകുന്നത്, അവര് വെച്ചിട്ടുള്ള കരാളാസങ്ങളിൽ നിന്നാണ് ജനത ബോധിതരാകുന്നത്. അവരല്ലാഹുവിന്റെ പാശവുമായി ബന്ധിക്കപ്പെടുകയാണ്. അത് സമസ്തക്ക് സഹിക്കൂല. അതാണ് കേരളത്തിൽ എല്ലായിടത്തും അവരിടക്കിടക്കൊക്കെ കാണിക്കുന്ന കബഡിയും കരാട്ടയും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം അല്ലാഹ് നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ദർഗകളെ എതിർക്കുന്നു? എന്തുകൊണ്ടാണ്? ഇസ്ലാമില് കാണാക്കാഴ്ചകൾ എന്നൊരു പ്രസിദ്ധീകരണം അലവി സക്കാഫി കൊളത്തൂർ ചീഫ് എഡിറ്ററായിട്ട്, അതായത് ഒന്നാമത്തെ പേജ് മുതൽ അവസാനിക്കുന്നവരെ ലോകത്തുള്ള കുറെ ദർഗകൾ ഷിയ സൈറ്റ് നിർത്തലാണത്. ആ ദർഗകൾ മുഴുക്കെ ഷിയാക്കളാണ്. അതായത് ഷിയാക്കളാണ് ഉസ്താദുമാര്. നിങ്ങൾക്കറിയില്ലേ? കുന്നത്തേരിയിലെ വാദപ്രതിവാദത്തിന്റെ ഒരു ഹദീസ് ധരിച്ചല്ലോ. ഷിയാ സൈറ്റിലെ 40 ഹദീസ് തെളിവുകളിൽ ഒരു തെളിവാണത്. ഷിയാ സൈറ്റിൽ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുന്നോ എന്ന് ഷിയാ സൈറ്റിനോട് ചോദിക്കുന്നത്. അപ്പൊ ഇന്നമാ വലിയക്കുമല്ല ആദ്യം ആരവരെ പഠിപ്പിച്ച്? ഷിയാക്കളാണ്. ഷിയാക്കളോട് ഏറ്റവും ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഷിയായിസമാണ് കേരളത്തിലെ സമസ്ത എന്ന് പറയും. അത് മനസ്സിലാകണമെങ്കിൽ ഇന്റർനെറ്റിന്റെ യുഗമാണല്ലോ. ഞാൻ പറയുന്ന മുകളിൽ സൈറ്റിൽ കയറി ഷിയാ സൈറ്റിൽ കാണാൻ 40 തെളിവ്. ആ 40 തെളിവ് കേരളത്തിലെ AP സുന്നികളും EK സുന്നികളും ഉദ്ധരിക്കുന്നതാണ്. എങ്ങനെ ഷിയാക്കളുമായി ഇവർക്ക് ബന്ധമുണ്ടായി? അടിവരയിട്ടുകൊണ്ട് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ശുദ്ധമായ ചൂടായി